Hi all, welcome to a new video of Master Key Academy. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സിലബസിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വിച്ച് ഇസ് അബൌട്ട് ബയോ റെമഡിയേഷൻ. ഓക്കെ, സോ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താണ് ബയോ റെമഡിയേഷൻ. ഇനി ബയോ റെമഡിയേഷൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്? ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോ റെമഡിയേഷൻ. ഈ ബയോ റെമഡിയേഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? സോ അതിപ്പോൾ ഫൈറ്റോ റെമഡിയേഷൻ ആവാം, അല്ലാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോ റെമഡിയേഷൻസ് ആവാം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ ദ ടോപ്പിക് ഈസ് അബൌട്ട് ബയോ റെമഡിയേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് ബയോ റെമഡിയേഷൻ എന്നാണ്. സോ ബയോ റെമഡിയേഷൻ ഇസ് നത്തിങ് ബട്ട് നമ്മൾ നോർമലി യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്തിട്ട് വി ആർ കൺവേർട്ടിങ് ഹസാഡസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻ ടേംസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ ബയോ റെമഡിയേഷൻ ദാറ്റ് ഇസ് ആൻ എക്കോ ഫ്രണ്ട്ലി ആണ്. കാരണം വി ആർ യൂസിങ് മൈക്രോ ഓർഗാനിസംസ് ഫോർ ദിസ് പ്രോസസ്. അതുകൊണ്ട് ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തഡാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം നമ്മൾ അധികം എക്യുപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഇസ് കോസ്റ്റ് എഫക്റ്റീവ് ബയോ റെമഡിയേഷൻ. ആൻഡ് എൻവയോൺമെന്റൽ ടെക്നോളജി ദറ്റ് യൂസസ് മൈക്രോ ഓർഗാനിസംസ്, മോസ്റ്റ്ലി മൈക്രോ ഓർഗാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന ബയോ റെമഡിയേഷൻ അതാണ് നമ്മൾ ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ ദേ വിൽ ബി യൂസിങ് മൈക്രോ ഓർഗാനിസംസ്, അതിനകത്ത് ബാക്ടീരിയ, ഫംഗസ്, ഏത് ടൈപ്പ് മൈക്രോ ഓർഗാനിസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ യൂസിങ് പ്ലാന്റ്സ് ഓർ എൻസൈംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻസൈംസ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ടോക്സിക് ആയിട്ടുള്ള കണ്ടാമിനൻസ് നമ്മുടെ വാട്ടർ ബോഡീസിലും സോയിൽ ബെഡിലും കാണും. അതായത് ഇപ്പം ഓയിലിൻ്റെ കുറച്ച് റെസിഡ്യൂസ്, അല്ലെങ്കിൽ പെസ്റ്റിസൈഡിൻ്റെ, അതായത് ഹാംഫുൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്. അത് മാത്രമല്ല ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസ്, ഇപ്പം കാഡ്മിയം പോലത്തുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെവി മെറ്റൽസിൻ്റെ അക്യുമുലേഷൻ. സോ ഈ പറയുന്ന ഹസാഡസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ദേ വിൽ ബി ഡീഗ്രേഡിങ് ദാറ്റ്, അതിനെ ഡീഗ്രേഡ് ചെയ്ത് ലെസ് ഹാംഫുൾ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ they will be using microorganisms and other bacteria, fungus, ഏത് വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ പ്ലാന്റ്സ് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എൻസൈംസ് വരാം. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഡീഗ്രേഡിങ്, അതിനെ ഡീഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യും ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ, ഓർ റിമൂവ് ദ ടോക്സിക് കണ്ടാമിനൻസ് സച്ച് ആസ്. ഇനി സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് ടോക്സിക് കണ്ടാമിനൻസ് യൂഷ്വലി സോയിലിലും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ വരുന്നതാണ്. കാരണം ഇതിൻ്റെ അക്യുമുലേഷൻ കാരണമാണ് നോർമലി പൊല്യൂഷൻ പോലത്തുള്ള ഇത് വരുന്നതും ഫിഷസിനെ എഫക്ട് ചെയ്യുന്നു. സോ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ നോർമൽ പോർട്ടബിൾ വാട്ടറും അതുപോലെ തന്നെ ലെസ് പൊല്യൂട്ടബിൾ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ഈ പറയുന്നത് ബയോ റെമഡിയേഷൻ. സോ ബയോ റെമഡിയേഷൻ ഒരു എക്കോ ഫ്രണ്ട്ലി ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ മൈക്രോ ഓർഗാനിസത്തിനെയാണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ, അല്ലെങ്കിൽ എൻസൈംസിനാണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നിങ്ങളിങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി ഡീഗ്രേഡിങ്, അല്ലെങ്കിൽ ന്യൂട്രലൈസ്, അല്ലെങ്കിൽ റിമൂവ് ചെയ്യും ടോക്സിക് കണ്ടാമിനൻസ് സച്ച് ആസ് ഓയിൽ സ്പിൽസ്, അതായത് ഓയിലിൻ്റെ വെറൈറ്റീസ്. പിന്നെ പെസ്റ്റിസൈഡ്സ് ഉണ്ടെങ്കിൽ അത് അവർ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ഉണ്ടെങ്കിൽ അതിനെ അവർ റിമൂവ് ചെയ്യും. ഫ്രം എവിടെ നിന്നാണ്? ഫ്രം സോയിൽ ആൻഡ് ആസ് വെൽ ആസ് ഗ്രൗണ്ട് വാട്ടർ, കൺവേർട്ടിംഗ് ദം ഇൻ ടു ഹാംലെസ് പ്രൊഡക്ട്സ് ലൈക്ക് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഈ പറഞ്ഞ മെറ്റീരിയൽസിനെ അവർ കൺവേർട്ട് ചെയ്യും, ലെസ് ഹാംഫുൾ പ്രൊഡക്ട്സ് ആയ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഈ ഹോൾ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നിക്കാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. മൈക്രോ ഓർഗാനിസത്തിനെയോ പ്ലാന്റ്സിനെയോ എൻസൈംസിനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നിങ്ങൾക്ക് ലെസ് ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, that is converted into harmless products like water and carbon dioxide. Either you can convert into water അല്ലെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഓയിൽ സ്പിൽസിലൊക്കെ ഇഷ്ടംപോലെ പെട്രോളിയം പ്രൊഡക്റ്റ്, കോളിൻ്റെ പ്രൊഡക്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഫീനോൾ, എത്തനോൾ, ബെൻസീൻ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണും. സോ ഈ പറയുന്ന ഹൈഡ്രോ കാർബൺസിനെയൊക്കെ ദേ വെരി ടോക്സിക്. സോ അതിനെ ലെസ് ഹാംഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മൾ വിളിക്കുന്നവരാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോ റെമഡിയേഷൻ. നോർമലി നമുക്ക് ബയോ റെമഡിയേഷൻ ടെക്നിക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് ഇൻസൈറ്റു ആൻഡ് ആസ് വെൽ ആസ് എക്സൈറ്റു. ഓക്കെ, റൈറ്റ്. സോ വാട്ട് ഇസ് ഇൻസൈറ്റു, വാട്ട് ഇസ് എക്സൈറ്റു നമ്മൾ പറയും. ഇനി ഇൻസൈറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രിൻസിക് ബയോ റെമഡിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയർഡ് ബയോ റെമഡിയേഷൻ ഉണ്ട്. ഓക്കെ, എഞ്ചിനീയർഡിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ബയോ വെന്റിംഗ്, ബയോ സ്പാർജിങ്, ബയോ ഓഗ്മെന്റേഷൻ, ബയോ സ്റ്റിമുലേഷൻ ആൻഡ് ബയോ സ്ലോപ്പിംഗ്. ഇതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ഇനി എക്സിറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് സ്ലറി ഫേസും ഉണ്ട് ആൻഡ് ആസ് വെൽ സോളിഡ് ഫേസും ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്ലറി ഫേസിലാണ് നിങ്ങൾ ബയോ റെമഡിയേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡൺ ബൈ യൂസിങ് ബയോ റിയാക്ടർ. ഇനി സോളിഡ്
ടൈപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാൻഡ് ഫാമിംഗ് ഉണ്ട്, ബയോ കമ്പോസ്റ്റിംഗ്, ബയോ പൈലിംഗ്, ബയോ ഫിൽറ്റേഴ്സ് എക്സെട്ര. ഓക്കെ, സോ ദിസ് ഇസ് എ യൂഷ്വൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോറെമഡിയേഷൻ ടെക്നിക് ആൻഡ് ദ ബയോറെമഡിയേഷൻ ടെക്നിക് can be classified into 2 types, that is in situ and as well as ex situ and its classification. സോ ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻ സൈറ്റു ബയോറെമഡിയേഷൻ ആണ്. അപ്പം ഇൻസൈറ്റു ബയോറെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതായത് എവിടെയാണോ കണ്ടാമിനേഷൻ ഉള്ളത് അതേ പ്ലേസിൽ തന്നെ ഈ മൈക്രോ ഓർഗാനിസത്തിനെയോ യൂസ് ചെയ്തിട്ട് അതിനെ ലെസ് ഹാർംഫുൾ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അല്ലാതെ കണ്ടാമിനേറ്റഡ് സൈറ്റിനെ എടുത്ത് മാറ്റിക്കൊണ്ട് പോയി വേറൊരു പ്ലേസിൽ വെച്ചല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് ഇൻ ദർ പെർട്ടിക്കുലർ പ്ലേസ്. അതേ പ്ലേസിൽ നിന്ന് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇൻസൈറ്റു ബയോറെമഡിയേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇൻസൈറ്റു ബയോറെമഡിയേഷൻ ഇസ് എ ടെക്നോളജി ദാറ്റ് യൂസ് ഇൻ പ്ലേസ് ആണ് വിത്തൗട്ട് റിമൂവൽ ഓഫ് ദ കണ്ടാമിനൻറ്റ് മാട്രിക്സ്. അതായത് എവിടെയാണോ കണ്ടാമിനേറ്റഡ് മാട്രിക്സ് ഉള്ളത് അതിനെ റിമൂവ് ഒന്നും ചെയ്യുന്നില്ല, അതേ പ്ലേസിൽ തന്നെ ഇട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റെമഡിയേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ സൈറ്റു ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബോത്ത് ഇൻട്രിൻസിക് ആൻഡ് എഞ്ചിനീയർഡ് ബയോറെമഡിയേഷൻ ടെക്നോളജീസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇൻസൈറ്റു. ഈ ഇൻസൈറ്റിൽ വരുന്ന രണ്ടെണ്ണമാണ് ഇൻട്രിൻസിക്കും അതുപോലെ തന്നെ എഞ്ചിനീയർഡും. ഓക്കെ, സോ there are 2 classification of in situ bioremediation, that is intrinsic and as well as engineered അല്ലേ, and engineered. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻട്രിൻസിക് ബയോറെമഡിയേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നാച്ചുറൽ അറ്റിനുവേഷൻ ബയോറെമഡിയേഷൻ. ഓക്കെ, റൈറ്റ്. സോ ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസൈഡ് ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇൻട്രിൻസിക് ആവും, അല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ അറ്റിനുവേഷൻ ബയോറെമഡിയേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പം എന്താണ് ഇൻട്രിൻസിക് അല്ലെങ്കിൽ നാച്ചുറൽ അറ്റിനുവേഷൻ ബയോറെമഡിയേഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ദ നാച്ചുറൽ ഡീഗ്രഡേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ബൈ ഇൻഡിജിനസ് അല്ലെങ്കിൽ നേറ്റീവ് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഇൻ കേസ് ഓഫ് നമ്മൾ ഈ പറയുന്ന ഇൻട്രിൻസിക്, അതായത് ഇൻസൈറ്റുവിനെ ക്ലാസിഫൈ 2 ടൈപ്സ് ആണ്, ഇൻട്രിൻസിക്കും എഞ്ചിനീയർഡും. അപ്പം ഈ ഇൻട്രിൻസിക് ബയോറെമഡിയേഷനിൽ വരുന്നത് നമ്മളിവിടെ നാച്ചുറൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ. ഇൻട്രിൻസിക്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ല, അതായത് ഹ്യൂമൻ്റെ പ്രസൻസ് ഒന്നും ഇല്ലാത്ത ടെക്നിക്സ് യൂസ് ചെയ്യുന്നില്ല. ഡയറക്ട്ലി മൈക്രോ ഓർഗാനിസംസിനെ വെച്ചിട്ട് മോർ ഹാർംഫുൾ ആയിട്ട് തന്നെ ലെസ് ഹാർംഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇൻട്രിൻസിക് ബയോറെമഡിയേഷൻ ടെക്നിക്. സോ ഇൻട്രിൻസിക് ഇസ് ഓൾസോ നോൺ ആസ് നാച്ചുറൽ അറ്റിനുവേഷൻ ബയോറെമഡിയേഷൻ. സോ അവിടെ ഇൻഡിജിനസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസിനെ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ടു കൺവേർട്ട് ദ ടോക്സിക് പൊല്യൂട്ടൻസ്. ഓക്കെ, വിത്തൗട്ട് ഡെലിബറേറ്റ് ഹ്യൂമൻ ഇന്റർവെൻഷൻ. ഹ്യൂമൻ ഇന്റർവെൻഷൻ വളരെ കുറവാണ്, ഇല്ല ഇൻ കേസ് ഓഫ് ഏതാണ് ഇൻട്രിൻസിക് ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ദെൻ ഇത് നാച്ചുറലി ഒക്കറിങ്. ഇനി നമ്മൾ ഈ നോർമലി നേറ്റീവ് മൈക്രോ ഓർഗാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ബാക്ടീരിയാസോ ഫംഗസോ ആൽഗിയോ അല്ലെങ്കിൽ അതർ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ദേ വിൽ ബി യൂട്ടിലൈസിങ് ദിസ് പൊല്യൂട്ടൻസിനെ അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് ഹാർംഫുൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ ലെസ് ഹാർംഫുൾ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഗ്രാജുവലി റെഡ്യൂസിങ് ദ കണ്ടാമിനേഷൻ. സോ അതിന് വേണ്ടിയുള്ള ടെക്നിക്കാണ് ഇൻട്രിൻസിക് അല്ലെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയാം നാച്ചുറൽ അറ്റിനുവേഷൻ ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് എ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസൈറ്റു ബയോറെമഡിയേഷൻ, ദാറ്റ് ഇസ് ഇൻട്രിൻസിക് ബയോറെമഡിയേഷൻ. ഓക്കെ, സോ ഇൻട്രിൻസിക്കിനകത്ത് ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ല, ഡയറക്ട്ലി നേറ്റീവ് ആയിട്ടുള്ള അവിടുത്തെ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസിൽ ഈ ഹാർംഫുൾ സബ്സ്റ്റൻസിനെ ലെസ് ഹാർംഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഇൻട്രിൻസിക് ബയോറെമഡിയേഷൻ. ഇനി രണ്ടാമത്തെ ആയിരുന്നു ഇൻസൈറ്റിൽ വരുന്ന എഞ്ചിനീയർഡ് ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത്. എഞ്ചിനീയർഡിന് ഇറ്റ് ഇസ് ആൻ എൻഹാൻസ്ഡ് ബയോറെമഡിയേഷൻ ആണ്. അതായത് നമ്മൾ എക്സ്റ്റേണലി ഒരു സാധനം കൊടുത്ത് അതിനെ എൻഹാൻസ് ചെയ്തിരിക്കുന്ന ബയോറെമഡിയേഷനാണ് എഞ്ചിനീയർഡ് അല്ലെന്നുണ്ടെങ്കിൽ എൻഹാൻസ് ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എഞ്ചിനീയർഡ് അല്ലെങ്കിൽ എൻഹാൻസ് ബയോറെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർഡ് ബയോറെമഡിയേഷൻ ഇൻവോൾവ്സ് ഹ്യൂമൻ ഇന്റർവെൻഷൻ. അതിനകത്ത് ഹ്യൂമൻ ഇന്റർവെൻഷൻ വരുന്നുണ്ട് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ആൻഡ് ആസ് വെൽ ആസ് ദ സ്പീഡ് ഓഫ് പൊല്യൂട്ടൻ ഡിഗ്രഡേഷൻ. അതായത് നേറ്റീവ് മൈക്രോ ഓർഗാനിസംസിനെ വെച്ചിട്ടല്ലാതെ ഹ്യൂമൻ ഇന്റർവെൻഷനും കൂടെ കൊടുത്ത് ഈ പ്രോസസ്സ് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യാനുള്ള ടെക്നിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എഞ്ചിനീയർഡ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ബയോറെമഡിയേഷൻ എന്ന് പറയും. കാരണം വി ആർ എൻഹാൻസിങ് ദ പ്രോസസ്, വി ആർ ഇൻക്രീസിങ് ദ സ്പീഡ് ഓഫ് ദ പ്രോസസ്. ഓക്കെ, സോ ആ ടൈപ്പ് ബയോറെമഡിയേഷൻ വിളിക്കുന്നവരാണ് എഞ്ചിനീയർഡ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സയന്റിസ്റ്റ് മോഡിഫൈ ദ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഓർ ഇൻട്രൊഡ്യൂസ് ബെനിഫിഷ്യൽ മൈക്രോ ഓർഗാനിസംസ് ടു എൻഹാൻസ് ദ നാച്ചുറൽ ബയോഡിഗ്രഡേഷൻ. ഓക്കെ, സോ ഈ എൻഹാൻസ്ഡ് അല്ലെങ്കിൽ എഞ്ചിനീയർഡ് ബയോറെമഡിയേഷൻ വേണ്ടിയുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ്സ് കാണും. അത് കൂടാതെ മൈക്രോ ഓർഗാനിസത്തിനെയും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ പ്രോസസ്സ് ഫാസ്റ്റ്ലി ചെയ്ത് തീർക്കാനുള്ള ഒരു മെത്തേഡാണ് എന്താണെന്ന് പറയുന്നത് എഞ്ചിനീയർഡ് അല്ലെന്നുണ്ടെങ്കിൽ എൻഹാൻസ്ഡ് ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി എഞ്ചിനീയർഡ് അല്ലെങ്കിൽ എൻഹാൻസ്ഡിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എൻഹാൻസ്ഡ് ഓർ എഞ്ചിനീയർഡ് ബയോറെമഡിയേഷൻസ് ഹാവിംഗ് സോ മെനി ടെക്നിക്സ് ലൈക്ക് ബയോ ബെൻഡിങ്, ബയോ സ്പാജിങ്, ബയോ ഓഗ്മെന്റേഷൻ, ബയോ സ്റ്റിമുലേഷൻ ആൻഡ് ആസ് വെൽ ആസ് ബയോ സ്ലപ്പിംഗ്. സോ ഇത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ നോക്കും. സോ അതിൽ ആദ്യം വരുന്നത് ബയോ വെന്റിങ്. ഓക്കെ, സോ ദ ഫസ്റ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് ബയോ. ഇതെല്ലാം ഇൻസൈറ്റും ആണ്, കാരണം എവിടെയാണോ കണ്ടാമിനേറ്റഡ് അവിടെ വെച്ചായിരിക്കും ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പ്രോസസ് ആണ് ബയോ വെന്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോ വെന്റിങ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻസിറ്റു ബയോറെമഡിയേഷൻ ഇൻ വിച്ച് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഇറ്റ് ഇസ് എ പമ്പിങ് എയർ ഇൻ ടു ദ സോയിൽ. ഓക്കെ, നിങ്ങൾ നോർമലി ഒരു സോയിലിലോട്ട് കണ്ടാമിനേറ്റ് സൈറ്റ് സെലക്ട് ചെയ്യുക, അതിനോട്ട് നിങ്ങൾ എയർ പമ്പ് ചെയ്ത് കൊടുക്കുക ഇൻ ടു ദ സോയിൽ ആൻഡ് ഇൻവോൾവ്സ് സപ്ലൈയിങ് എയർ ആൻഡ് ന്യൂട്രിയൻസ് ത്രൂ വെൽസ് ടു കണ്ടാമിനേറ്റഡ് സോയിൽസ്. എന്നിട്ട് ഈ കണ്ടാമിനേറ്റഡ് സോയിലോട്ട് നിങ്ങൾ എയർ കൊടുക്കുക, അത് മാത്രമല്ല ന്യൂട്രിയൻസും കൊടുക്കുക സോ ആസ് ടു ആക്ടിവേറ്റ് ദ മൈക്രോ ഓർഗാനിസംസ്. കാരണം മൈക്രോ ഓർഗാനിസം വേണം, അപ്പോൾ മൈക്രോ ഓർഗാനിസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പറയുന്ന ട്യൂബിൽ കൂടെ നിങ്ങൾ എയറും അതുപോലെ ന്യൂട്രിയൻസും സപ്ലൈ ചെയ്ത് കൊടുക്കുക, റൈറ്റ്, ത്രൂ വെൽസ് ടു കണ്ടാമിനേറ്റഡ് സോയിൽ ആയിരിക്കണം കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ടു സ്റ്റിമുലേറ്റ് ദ ഇൻഡിജിനസ് ബാക്ടീരിയ. അവിടെയുള്ള ബാക്ടീരിയയ്ക്ക് ന്യൂട്രിയൻസിന്റെ ആവശ്യമുണ്ട് ടു ഇനാക്ടിവേറ്റ് ദം. സോ അവർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ് സം എയർ ആൻഡ് ആസ് വെൽ ആസ് ന്യൂട്രിയൻസ്. അപ്പോൾ അവർ ആക്ടിവേറ്റ് ആവുകയും എന്നിട്ട് ആ കണ്ടാമിനേറ്റഡ് സോയിലെ ലെസ് കണ്ടാമിനേറ്റഡ് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് ബയോ വെന്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഫോം ഓഫ് ബയോ റെമഡിയേഷൻ റിക്വയർസ് ഗുഡ് ന്യൂട്രിയൻ. അതാ പറയുന്നത് ഗുഡ് ന്യൂട്രിയനും വേണം, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കണ്ടീഷൻസും വേണം ഫോർ ബയോഡിഗ്രേഡേഷൻ. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ടെക്നിക് ഇസ് കോൾഡ് ബയോ വെന്റിംഗ്. അപ്പോൾ സിംപ്ലി നിങ്ങൾ എയർ പാസ് ചെയ്ത് കൊടുക്കുക ടു കണ്ടാമിനേറ്റഡ് പ്ലേസ് സോ ആസ് ടു സ്റ്റിമുലേറ്റ് ദ നേറ്റീവ് മൈക്രോ ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ദർ. സോ ദേ വിൽ ബി കൺവേർട്ടിംഗ് ദ ഹാർംഫുൾ പൊല്യൂട്ടൻസ് ഇൻ ടു ലെസ് ഹാർംഫുൾ മെറ്റീരിയൽസ്. ഓക്കെ, റൈറ്റ്. സോ അവർക്ക് ഗുഡ് ന്യൂട്രിയൻസ് കൊടുക്കണം, അതായത് അവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് ന്യൂട്രിയൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിജിനസ് ബാക്ടീരിയ ഫാസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ഹാർംഫുൾ സബ്സ്റ്റൻസിനെ കൺവേർട്ട് ചെയ്ത് ലെസ് ഹാർംഫുൾ ആയിട്ട് മാറ്റി തരും. സോ ആ പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് ബയോ വെന്റിംഗ് എന്ന് പറയുക. ഓക്കെ, ഇനി സോ ദിസ് ഇസ് എന്താ പറയുക ഒരു ഇമേജ് ആണ് ബയോ വെന്റിങ്ങിന്റെ. അതായത് ഈ പറയുന്ന നോർമലി ഇതാണ് കണ്ടാമിനേറ്റഡ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടെ എയറോ ഓക്സിജനോ കൊടുക്കാം, നിങ്ങൾക്ക് ന്യൂട്രിയൻസ് പോലെ കൊടുക്കാം. എയറോ ഓക്സിജൻ മാത്രമല്ല ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഈ എയറോ ഓക്സിജനോ ന്യൂട്രിയൻസ് വരുമ്പോഴത്തേക്കും അവിടെയുള്ള ഇൻഡിജിനസ് മൈക്രോ ഓർഗാനിസംസ് ആക്ടിവേറ്റ് ആവുകയും അവർ ഈ കണ്ടാമിനേറ്റ് സോണിലെ ഏതൊക്കെ പ്രസ സാധനങ്ങളുണ്ടോ പൊല്യൂട്ടൻസ് ആണോ അതിനെ അവർ ബയോഡിഗ്രേഡ് ചെയ്ത് ലെസ് ടോക്സിക് ആയിട്ട് എന്നിട്ട് ആ വാക്യത്തിലൂടെ എടുത്ത് കളയുക, എയർ എടുത്ത് കളയുക. ഈ ടെക്നിക്ക് നമ്മൾ വിളിക്കുന്നവരാണ് എന്തെന്ന് പറയുന്നത് ദിസ് ഇസ് കോൾഡ് ആസ് ബയോ വെന്റിംഗ്. ഓക്കെ, so bioventing is nothing but you are supplying some air or oxygen along nutrients to activate the indigenous bacteria present in that, so that bacteria will be converting your harmful substances into less harmful site. എന്നിട്ട് വാക്യത്തെ കൂടെ നിങ്ങൾക്ക് ആ പറയുന്നത് എടുത്ത് കളയാം എയർ. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി ദ ഫിഗർ ഓഫ് ബയോവെന്റിംഗ് എന്ന് പറയുക. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏതിനൊക്കെ നിങ്ങൾക്ക് ഈ ബയോ വെന്റിംഗ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ പെട്രോളിയം ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, പെട്രോളിയം റിലേറ്റഡ് ഹൈഡ്രോ കാർബൺസ് നിങ്ങൾക്ക് ബയോ വെന്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യും. അതായത് നിങ്ങളുടെ സോയിലിനകത്ത് ഇത്രയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പെട്രോളിയം ഹൈഡ്രോ കാർബൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് മെത്തേഡ് ടു റെഡ്യൂസ് ദം. ഇനി രണ്ടാമത്തെ വുഡിൻ്റെ പ്രിസർവേറ്റീവ്. ഓക്കെ, വുഡിൻ്റെ പ്രിസർവേറ്റീവ്സ് ഏതെങ്കിലും ഉണ്ടോ, ലൈക്ക് ക്രിയോസോട്ട് കോൾട്ടാറോ അല്ലെങ്കിൽ കോപ്പർ നാഫ്തനേറ്റോ അങ്ങനത്തുള്ള എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കളയാനായിട്ട് ബയോ വെന്റിംഗ് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഓർഗാനിക് കെമിക്കൽസ്, ഓക്കെ, പെസ്റ്റിസൈഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വല്ല കെമിക്കൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ബയോ വെന്റിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ബയോ വെന്റിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ ഇറ്റ് ഇസ് എഫക്റ്റീവ് ഫോർ അൺസാച്ചുറേറ്റഡ് സോയിൽ. അതായത് സോയിൽസിനകത്ത് ഈ അൺസാച്ചുറേറ്റഡ് സോയിലിനകത്ത് എയറും വാട്ടറിന്റെ പ്രസൻസും കാണും. സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ടൈറ്റ്ലി വിത്ത് വാട്ടർ കണ്ടന്റ് ആണ്. ഇതിനകത്ത് വാട്ടറും എയറും കൂടെ വരുന്ന സോയിൽസിനെയാണ് അൺസാച്ചുറേറ്റഡ് സോയിൽസ് എന്ന് പറയുന്നത്. അപ്പം അൺസാച്ചുറേറ്റഡ് സോയിൽസിന് കുറച്ചുകൂടെ ഈ മെത്തേഡ് എഫക്റ്റീവ് ആയിരിക്കും. കാരണം എയർ കണ്ടന്റ് ഉണ്ടല്ലോ, അപ്പോൾ എയർ കണ്ടന്റ് നിങ്ങൾ സപ്ലൈ ചെയ്യും കൂടെ എയർ കണ്ടന്റ് കൂടുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി എൻഹാൻസിങ് ദ നേറ്റീവ് മൈക്രോ ഓർഗാനിസം. സോ അതുകൊണ്ട് അൺസാച്ചുറേറ്റഡ് സോയിൽസിന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഈ പറയുന്ന ടെക്നിക്ക്. ഇനി രണ്ടാമത്തത് ലോ എനർജി റിക്വയർമെന്റ്. അത്ര എനർജി റിക്വയർമെന്റിന്റെ ആവശ്യമൊന്നും ഇൻ കേസ് ബയോ വെന്റിങ്ങിന് ഇല്ല. ഓക്കെ, ദാറ്റ് മച്ച് ഹെവി ടെക്നിക്ക് അല്ല ബയോ വെന്റിംഗ് എന്ന് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്? ഒബ്വിയസ്ലി അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, പുവർ പെർഫോമൻസ് ഇൻ ഹൈലി സാച്ചുറേറ്റഡ് സോയിൽ. അതായത് 100% വാട്ടർ കണ്ടന്റ് ഉള്ള സോയിലാണെന്നുണ്ടെങ്കിൽ വളരെ ലോ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഈ പറയുന്ന ബയോ വെന്റിംഗ് ആപ്ലിക്കേഷൻ വളരെ പുവർ ആയിരിക്കും. സ്കിൻസ് അതിനകത്ത് ഫുൾ വാട്ടർ കണ്ടന്റ് ആണ്, ആ സോയിൽ ഹൈലി സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്ന എയറും ന്യൂട്രിയൻസും ആപ്ലിക്കബിൾ ആണോന്നില്ല. സോ അതുകൊണ്ട് ഹൈലി സാച്ചുറേറ്റഡ് സോയിൽ ഈ പറയുന്ന ടെക്നിക്സ് ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോട്ട് ആപ്ലിക്കബിൾ ഫോർ ലോ പെർമിയബിൾ സോയിൽ. അതായത് പെർമിയബിലിറ്റി കുറവായിട്ടുള്ള കണ്ടക്ടിബിലിറ്റി കുറവായിട്ടുള്ള സോയിൽസിനാണെങ്കിൽ ഈ മെത്തേഡ് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ആപ്ലിക്കേഷൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് എന്ത് ടെക്നിക്ക് ബയോ വെന്റിംഗ് എന്ന് പറയുന്നത്. സിംപ്ലി ജസ്റ്റ് അപ്ലൈങ് എയർ അല്ലെങ്കിൽ ഓക്സിജൻ സോ ആസ് ടു ആക്ടിവേറ്റ് ദ മൈക്രോ ഓർഗാനിസം. ഇനി രണ്ടാമത്തെ ടെക്നിക്കാണ് ബയോസ്പാജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ എഞ്ചിനീയർഡ് ഇൻസിറ്റു ബയോറെമഡിയേഷൻ ആണ് രണ്ടാമത്തെ, വിച്ച് ഇസ് കോൾഡ് ആസ് ബയോസ്പാജിങ്. ഓക്കെ, സോ ബയോസ്പാജിങ്ങിനകത്ത് ഇതും it is a process in which you are injecting the air under pressure.
ഓക്കെ, മറ്റേതിനകത്ത് ഡയറക്റ്റ്ലി നിങ്ങൾ ഒരു വെല്ലി കൂടെ എയറോ ന്യൂട്രിയൻസ് പാസ് ചെയ്ത് കൊടുക്കുക, അല്ലാതെ അണ്ടർ പ്രഷർ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ബയോസ്പാജിങ്ങിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടെ പ്രഷറിൽ നിങ്ങൾ എയർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് എയർ ഇഞ്ചക്ഷൻ വെല്ല് കാണും, അതിലൂടെ നിങ്ങൾ പ്രഷറിൽ, കാരണം അത് നാരോ ട്യൂബ് അവർ കൊടുത്തിരിക്കുന്നത്, സോ അതിലൂടെ ഹൈ പ്രഷറിലായിരിക്കും എയർ താഴോട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ബിലോ ദ വാട്ടർ ടേബിൾ ടു ഇൻക്രീസ് ദ ഗ്രൗണ്ട് വാട്ടർ ഓക്സിജൻ കോൺസെൻട്രേഷൻ. സോ അതിന് വേണ്ടിയിട്ട് ഹൈ പ്രഷറിൽ നിങ്ങൾ എയർ താഴോട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്നിക്കാണ് ബയോസ്പാജിങ് എന്ന് പറയുന്നത്. സോ ബയോവെന്റിങ്ങും ബയോസ്പാജിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ബയോവെന്റിങ്ങിനകത്ത് സിംപ്ലി നിങ്ങൾ എയർ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് പാസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബയോസ്പാജിങ്ങിനകത്ത് അണ്ടർ പ്രഷറിലാണ് നിങ്ങൾ എയർ ഒരു ഇഞ്ചക്ഷൻ വെല്ലിൽ കൂടെ നിങ്ങൾ പാസ് ചെയ്ത് താഴോട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ആസ് ടു ഇൻക്രീസ് ദ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഓൺ ദ അണ്ടർഗ്രൗണ്ട്. ഇനി ഇൻ ദിസ് മെത്തേഡ് ദ റേറ്റ് ഓഫ് ബയോളജിക്കൽ degradation of contaminants by naturally occurring bacteria increase. കാരണം കുറച്ചുകൂടെ എയർ പ്രഷറിൽ കിട്ടുന്നത് കൊണ്ട് താഴോട്ട് അവിടെയുള്ള നേറ്റീവ് മൈക്രോ ഓർഗാനിസം ആക്ടിവേറ്റ് ആവുകയും അവർ ഫാസ്റ്റ്ലി ഈ പറയുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെ ലെസ് ടോക്സിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഓക്കെ, റൈറ്റ്. സോ വിച്ച് എൻഹാൻസസ് ദ മിക്സിംഗ് ഇൻ ദ സാച്ചുറേറ്റഡ് സോൺ ആൻഡ് ദെയർ ബൈ ഇൻക്രീസസ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ സോയിൽ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സോയിലും ഗ്രൗണ്ട് വാട്ടർ തമ്മിലുള്ള മിക്സിംഗ് എന്നുള്ളത് നടക്കുകയും ഈ പ്രോസസ്സ് കുറച്ചൊരു ഫാസ്റ്റ് ആണ് കമ്പയറിംഗ് വിത്ത് ബയോവെന്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻസിറ്റു ബയോറെമിഡിയേഷൻ, ദാറ്റ് ഇസ് കോൾഡ് എസ് ബയോസ്പാജിങ്. സോ ഇറ്റ്സ് എ ഇഞ്ചക്ഷൻ ഓഫ് എയർ അണ്ടർ പ്രഷർ ഇൻസൈഡ് യുവർ വെൽ, അങ്ങനെ നമ്മൾ ബയോസ്പാജിങ് എന്ന് പറയുന്നത്. ഇനി ബയോസ്പാജിങ് അണ്ടർ പ്രഷർ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് അവിടെയുള്ള ഇൻഡിജിനസ് മൈക്രോ ഓർഗാനിസം ആക്ടിവേറ്റ് ആവുകയും അവർ ഈ പറയുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെ ലെസ് ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് ഇസ് എ ടെക്നിക് വിച്ച് ഇസ് കോൾഡ് എസ് ബയോസ്പാജിങ്. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഓൾസോ ക്യാൻ ബി യൂസ് ഫോർ പെട്രോളിയം ഹൈഡ്രോകാർബൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പെട്രോളിയം ഹൈഡ്രോകാർബൺസ് ആയ ബെൻസീൻ, ടൊളുവീൻ, അല്ലാന്നുണ്ടെങ്കിൽ എത്തിലീൻ, ബെൻസീൻ, ഈ പറയുന്ന ഹാർംഫുൾ സബ്സ്റ്റൻസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തഡാണ് ഈ പറയുന്ന ബയോസ്പാജിങ്. ആൻഡ് സ്യൂട്ടബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെസ്റ്റ് ഫോർ മിഡ് വെയ്റ്റ് ഹൈഡ്രോകാർബൺ. ഓക്കെ, അതായത് ലൈറ്റ് വെയിറ്റ് അല്ല, ഹെവി വെയിറ്റും അല്ല, മിഡ് വെയിറ്റ് ഉള്ള ഹൈഡ്രോകാർബൺസ്, അതായത് ഡീസലോ ജെറ്റ് ഫ്യൂവൽസിനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ആസ് ഈ പറയുന്ന ഡീസലോ ജെറ്റ് ഫ്യൂവൽസ് കണ്ടാമിനേറ്റഡ് നിങ്ങൾക്ക് ലെസ് കണ്ടാമിനേറ്റഡ് ആക്കി മാറ്റാം. ഇനി ലിമിറ്റേഷൻ, അതായത് സ്യൂട്ടബിലിറ്റി ആണ്. ലിമിറ്റേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലെസ് എഫക്റ്റീവ് ഫോർ ഹെവി ഓയിൽ. ഓക്കെ, അതായത് കുറച്ചുകൂടി വെയിറ്റ് കൂടിയ ഓയിൽസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ പറയുന്ന ടെക്നിക്ക്, വളരെ ലെസ് എഫക്റ്റീവ് ആയിരിക്കും. ആൻഡ് കാരണം അതിന് ബയോ അവൈലബിലിറ്റി, മൈക്രോ ഓർഗാനിസം അവിടെ ബയോ അവൈലബിലിറ്റി കുറവായിരിക്കും. കാരണം ഹെവി ഓയിൽസിന്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് നേറ്റീവ് അല്ലെങ്കിൽ ഇൻഡിജിനസ് മൈക്രോ ഓർഗാനിസത്തിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അത്രയും എയർ ഇഞ്ചെക്ട് ചെയ്തിട്ട് പ്രസൻസ് കാര്യം വരുന്നില്ല, കാരണം മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് അവിടെ കുറവായിരിക്കും. ഓക്കെ, അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ വെരി ലൈറ്റ് കണ്ടാമിനേഷൻ മേ എസ്കേപ്പ് ഈസിലി. ഓക്കെ, അതായത് മിഡ് വെയിറ്റ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കണ്ടാമിനൻസ് ഒക്കെ നിങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അത് എസ്കേപ്പ് ആയി പോകും. യു കനോട്ട് ട്രാപ്പ് ദാറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദ മെത്തേഡ് വിച്ച് ഇസ് ബയോസ്പാജിങ്. അപ്പോൾ ബയോസ്പാജിങ്ങിൽ നിങ്ങൾ എയർ ഇഞ്ചെക്ട് ചെയ്യുകയാണ് അണ്ടർ പ്രഷർ സോ ആസ് ടു ആക്ടിവേറ്റ് ദ ഇൻഡിജിനസ് മൈക്രോ ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ദ പർട്ടിക്കുലർ കണ്ടാമിനേറ്റഡ് ഏരിയ സോ ആസ് ടു കൺവേർട്ട് ദ ഹാർംഫുൾ സബ്സ്റ്റൻസ് ഇൻ ടു ലെസ് ഹാർംഫുൾ സബ്സ്റ്റൻസ്. ഇതും നിങ്ങൾക്ക് പെട്രോളിയം ഹൈഡ്രോകാർബൺസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി മിഡ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടെക്നിക്കാണ് ഈ പറയുന്ന ബയോസ്പാജിങ്. ഇനി ലൈറ്റ് വെയിറ്റിന് പറ്റില്ല, കാരണം ലൈറ്റ് വെയിറ്റ് പെട്ടെന്ന് കണ്ടാമിനൻസ് എസ്കേപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ടെക്നിക് ഇസ് തേർഡ് വൺ വിച്ച് ഇസ് ബയോസ്റ്റിമുലേഷൻ. മൂന്നാമത്തെ ടെക്നിക്കാണ് ബയോസ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ബയോവെന്റിങ്ങിലും ബയോസ്പാജിങ്ങിലും പ്രസൻസ് ഓഫ് എയർ വരുന്നുണ്ട്. ഓക്കെ, ഇനി ബയോസ്റ്റിമുലേഷൻ എന്ന പ്രോസസ്സിൽ നിങ്ങൾ എയറിന്റെ സപ്ലൈയോ അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ സപ്ലൈയോട് റിലേറ്റഡ് അല്ല ബയോസ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള മൈക്രോ ഓർഗാനിസം നിങ്ങൾ ജസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ആവശ്യം, അതാണ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ബയോസ്റ്റിമുലേഷൻ. ഓക്കെ, സോ ബയോസ്റ്റിമുലേഷൻ എന്ന പ്രോസസ്സിൽ ദർ ഇസ് അഡീഷൻ ഓഫ് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുക, അതായത് നൈട്രജനോ ഫോസ്ഫറസോ ആഡ് ചെയ്യുക. കാരണം നൈട്രജൻ ഫോസ്ഫറസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ ബാക്ടീരിയ സോ ആസ് ടു ഇൻക്രീസ് ദർ എഫിഷ്യൻസി. അപ്പോൾ ഈ പറയുന്ന ആ ഇൻഡിജിനസ് മൈക്രോ ഓർഗാനിസത്തിന് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നോർമലി ആഡ് ചെയ്യുന്നത് നൈട്രജനോ ഫോസ്ഫറസോ അല്ലെങ്കിൽ ഓർ യു ക്യാൻ ഗോ ഫോർ ഓക്സിജൻ ആൻഡ് എയറേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എയറേഷന് കൊടുക്കാവുന്നതാണ്. സോ നിങ്ങൾ ഈ ബയോ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് നാച്ചുറലി occurring മൈക്രോ ഓർഗാനിസം ടു ഡീഗ്രേഡ് ദ ഓർഗാനിക് വേസ്റ്റ്. സോ യു ആർ സ്റ്റിമുലേറ്റിംഗ് ദ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ മൈക്രോ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്, ഹെവി ടോക്സിക് സബ്സ്റ്റൻസിനെ ലെസ് ടോക്സിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാണ് ഇൻ ദ പ്രോസസ് ഓഫ് ഏതാണ് ബയോസ്റ്റിമുലേഷൻ. സോ ഇൻ biostimulation you are adding externally the nutrients like nitrogen and phosphorus, very important for the bacteria. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്സിജനോ എയറേഷനോ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി it is generally more effective for breaking down petroleum hydrocarbons. ഓക്കെ, പെട്രോളിയം ഹൈഡ്രോകാർബൺസിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ബയോസ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. കാരണം
പെട്രോളിയം ഹൈഡ്രോ കാർബൺസിനൊക്കെ അത്രയും ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫാസ്റ്റ് ആയിട്ട് ബെൻസീൻ, ടൊലുവീൻ, എത്തിലീൻ ബെൻസീൻ അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ ഫാസ്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ മെത്തേഡ് വിച്ച് ഇസ് കോൾഡ് ആസ് ബയോ സ്റ്റിമുലേഷൻ. അതായത് അവിടെയുള്ള നേറ്റീവ് ആയിട്ടുള്ള ഇൻഡിജിനസ് മൈക്രോ ഓർഗാനിസത്തിനെ നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അവർ ഹെവി ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ കൺവേർട്ട് ചെയ്ത് ലെസ് ടോക്സിക് ആയിട്ട് മാറ്റുന്നു. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ബയോ സ്റ്റിമുലേഷൻ. ഇനി നെക്സ്റ്റ് ഇസ് അബൌട്ട് ബയോ ഓഗ്മെന്റേഷൻ. ഓക്കെ, ബയോ ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ മെത്തേഡിനകത്ത് നിങ്ങൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുകയല്ല. അതായത് ഓൾറെഡി നിങ്ങളൊരു മൈക്രോ ഓർഗാനിസത്തിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ജീൻ മോഡിഫൈ ചെയ്ത്, അതായത് യു ആർ ജനറ്റിക്കലി മോഡിഫൈ ദ പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം, അങ്ങനത്തെയുള്ള ഓർഗാനിസത്തിനെ നിങ്ങൾ ആഡ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ എന്താ പറയുക ബയോ റെമഡിയേഷൻ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നവരാണ് ബയോ ഓഗ്മെന്റേഷൻ എന്ന് പറയുക. ഓക്കെ, സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ സ്റ്റിമുലേറ്റിംഗ് ദ മൈക്രോ ഓർഗാനിസംസ് വിത്ത് അഡീഷൻ ഓഫ് സം ന്യൂട്രിയൻസ്. ഓക്കെ, ഇനി ബയോ ഓഗ്മെന്റേഷനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ആഡ്സ് സ്പെസിഫിക് ഓഫൺ ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ ലബോറട്ടറി ഗ്രോൺ ബാക്ടീരിയൽ സ്ട്രെയിൻസ്, അതായത് നിങ്ങൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തെടുത്ത ബാക്ടീരിയൽ സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ അവർ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും കമ്പയറിംഗ് വിത്ത് ഇൻഡിജിനസ് മൈക്രോ ഓർഗാനിസം. അപ്പം ഫോർ എക്സാമ്പിൾ ഇൻഡിജീനസ് ബാസിലസും ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ബാസിലസിന്റെ ജീൻ നിങ്ങൾ എന്തിനാണ് ബയോ റെമഡിയേഷന് വേണ്ടി മോഡിഫൈ ചെയ്ത് എടുത്തേക്കാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും കമ്പയറിംഗ് വിത്ത് ദ നോർമൽ ബാസിലസ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ലബോറട്ടറി സ്ട്രെയിൻസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് എടുത്ത സ്പീഷീസിന് അല്ലെങ്കിൽ ആ സ്പീഷീസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിച്ച് ഇസ് കോൾഡ് ആസ് ബയോ ഓഗ്മെന്റേഷൻ. സോ ഇൻ ബയോ ഓഗ്മെന്റേഷൻ യു ആർ യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ലബോറട്ടറി ഗ്രോൺ ബാക്ടീരിയൽ സ്ട്രെയിൻസ് നിങ്ങൾ യൂസ് ചെയ്യാൻ എന്തിനാന്ന് വെച്ചാൽ ടു ഡീഗ്രേഡ് ദ കണ്ടാമിനൻസ് ദറ്റ് നേറ്റീവ് പോപ്പുലേഷൻസ് കനോട്ട്. അതെ, അതായത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കമ്പോണൻസ് ഇപ്പം അവിടെയുള്ള നേറ്റീവ് ബാസിലസിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ബാസിലസോ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഏത് ഓർഗാനിസം ആയിക്കോട്ടെ അതിന് നിങ്ങൾ മോഡിഫൈ ചെയ്തെടുക്കുകയാണ് സോ ദാറ്റ് ദി ക്യാൻ ആക്റ്റീവ്ലി റെഡ്യൂസ് ദ പർട്ടിക്കുലർ പൊല്യൂട്ടൻ. ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്നവരാണ് ബയോ ഓഗ്മെന്റേഷൻ. So it is useful when the indigenous microbial community lacks the necessary degradation pathway. അതായത് അവിടെയുള്ള ഇൻഡിജിനസ് മൈക്രോബിയൽ കമ്മ്യൂണിറ്റിക്ക് ആ ഒരു എബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഓർഗാനിസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. അപ്പോൾ അവർ ഫാസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ബയോ ഓഗ്മെന്റേഷൻ. സോ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്യാനുള്ള സ്പീഷീസിന്റെ മൊത്തം എക്സാമ്പിൾ ആണ് ബാസിലസ്. അതായത് നോർമൽ ബാസിലസിനെ കൊണ്ട് ഇപ്പോൾ പറ്റില്ലായിരിക്കാം, കാരണം അത് അത്രയും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. സോ അതുകൊണ്ട് ജനറ്റിക്കലി മോഡിഫൈ അല്ലെങ്കിൽ ലബോറട്ടറി സ്ട്രെയിൻ ഉള്ള ഒരു ബാസിലസിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ആസ് ബയോ ഓഗ്മെന്റേഷൻ. അപ്പം കോമൺലി യൂസ് ചെയ്യുന്ന ബാക്ടീരിയസ് ആണ് ബാസിലസ് ഉണ്ട്, നൈട്രോസോമോണസ്, നൈട്രോബാക്ടർ, സ്യൂഡോമോണസ് എക്സെട്ര. ഈ നൈട്രോസോമോണസ്, നൈട്രോബാക്ടർ നമുക്കറിയാം നൈട്രിഫിക്കേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ബാക്ടീരിയയാണ് നൈട്രോസോമോണസും അതുപോലെ തന്നെ നൈട്രോബാക്ടർ. ഓക്കെ, സോ അമോണിയ ടു നൈട്രേറ്റ്, നൈട്രൈറ്റ് ടു നൈട്രേറ്റ്. സോ അമോണിയ ടു നൈട്രേറ്റ് കൺവേർട്ട് ചെയ്യാൻ യു ക്യാൻ ഗോ ഫോർ നൈട്രോസോമോണസ്. നൈട്രൈറ്റ് ടു നൈട്രേറ്റ് ലെസ് ടോക്സിക് ആയിട്ടുള്ള നൈട്രേറ്റ് കൺവേർട്ട് ചെയ്യാനായിട്ട് നൈട്രോബാക്ടർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവരെ നേറ്റീവ് ആയിട്ടല്ലാതെ നിങ്ങൾക്ക് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ബാക്ടീരിയസിനെ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ബയോ ഓഗ്മെന്റേഷൻ. ഓക്കെ, അപ്പോൾ ബയോ സ്റ്റിമുലേഷനും ബയോ ഓഗ്മെന്റേഷനും തമ്മിൽ തിരിഞ്ഞു പോരാൻ രണ്ട് വ്യത്യാസമുണ്ട്. സോ ജസ്റ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് ബയോ സ്റ്റിമുലേഷൻ, അതായത് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സം ന്യൂട്രിയൻസ് ഇവർ ആഡിങ് ടു ദാറ്റ് പർട്ടിക്കുലർ വാട്ടർ ബോഡി. ദാറ്റ് ഇസ് എൻറിച്ച്മെന്റ് മീഡിയം. ന്യൂട്രിയൻസ് ആണ് അതിലുള്ളത്. ഓക്കെ, എൻറിച്ച് ചെയ്യാനുള്ള ന്യൂട്രിയൻസ് നിങ്ങൾ കൊടുക്കുന്നു, നൈട്രജനോ ഫോസ്ഫറസോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ബയോ സ്റ്റിമുലേഷൻ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ ഇൻഡിജിനസ് ബാക്ടീരിയ. ആ അവിടെയുള്ള ബാക്ടീരിയ എന്ത് ചെയ്യും, അത് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കും ബൈ ബയോ സ്റ്റിമുലേഷൻ. അപ്പം ബയോ സ്റ്റിമുലേഷൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ബെറ്റർ കോമ്പാക്റ്റബിലിറ്റി ആണ്. കാരണം നിങ്ങൾ ന്യൂട്രിയൻസ് മാത്രമല്ല ആഡ് ചെയ്യുന്നത്, വേറെ എക്യുപ്മെന്റ്സ് നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് കോൾഡ് ആസ് ബയോ സ്റ്റിമുലേഷൻ. ഇനി കമ്മിങ് ടു ബയോ ഓഗ്മെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യു ആർ ടേക്കിംഗ് ഇൻ കേസ് ഓഫ് എന്താ പറയുക ബയോ ഓഗ്മെന്റേഷൻ, നിങ്ങൾ ആ ബാക്ടീരിയൽ കൾച്ചർ എടുക്കുക എക്സോജിനസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാസിലസ് ആണെന്നുണ്ടെങ്കിൽ ആ ബാസിലസിൻ്റെ കൾച്ചർ എടുക്കുക. ഇഫ് യു ഗോയിങ് ഫോർ ബാസിലസ് സ്പീഷീസ്, ബാസിലസിൻ്റെ കൾച്ചർ എടുത്ത് എന്നിട്ട് ലബോറട്ടറി പോയിട്ട് അതിൻ്റെ സ്ട്രെയിൻ മാറ്റി യു ഹാവ് മോഡിഫൈഡ് ആൻഡ് ജീൻ മോഡിഫിക്കേഷൻ. ജീൻ മോഡിഫൈ ചെയ്തപ്പോഴത്തേക്കും ദാറ്റ് ഹാസ് ബിക്കം അനദർ ബാക്ടീരിയ, ജനറ്റിക്കലി മോഡിഫൈഡ് ഒരു ബാക്ടീരിയ ബാസിലസ് ആയിട്ട് മാറി. ഇനി ആ ബാസിലസിനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് മൈക്രോ ഓർഗാനിസം വെച്ചിട്ട് ഹാർംഫുൾ സബ്സ്റ്റൻസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ടെക്നിക് ഇസ് കോൾഡ് എന്ത്, ബയോ ഓഗ്മെന്റേഷൻ. സോ ബയോ ഓഗ്മെന്റേഷൻ്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടെ റാപ്പിഡ് പ്രോസസ് ആയിരിക്കും കമ്പയറിംഗ് വിത്ത് ബയോ സ്റ്റിമുലേഷൻ. ഇനി അൺഈവൻ ട്രാൻസ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാക്ടീരിയ. അതെ, കാരണം ഇഷ്ടംപോലെ നിങ്ങൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഓർഗാനിസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫാസ്റ്റായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇനി സെർവ്സ് ബെറ്റർ വെൻ ദ നാച്ചുറൽ ന്യൂട്രിയൻസ് ആർ പുവർ. അതായത് നിങ്ങൾ എക്സ്റ്റേണലി ന്യൂട്രിയൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല ഇൻ കേസ് ഓഫ് ബയോ ഓഗ്മെന്റേഷൻ.
ഇവിടെ ബയോസ്റ്റിമുലേഷൻ നിങ്ങൾ അതിനെ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് ആ ബാക്ടീരിയയെ കൊണ്ട് അത്രയും എന്താ പറയുക കണ്ടാമിനൻസിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവരെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എക്സ്റ്റേണലി അവൈലബിൾ ആയിട്ട് നൈട്രജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ ഒക്കെ കൊടുത്തത്. പക്ഷേ ബയോ ഓഗ്മെന്റേഷൻ വരുമ്പോഴത്തേക്ക് അവിടെ ന്യൂട്രിയൻസിന്റെ ആവശ്യമേ വരുന്നില്ല. നോർമലി അവർ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. സോ ആ ഓർഗാനിസം മതിയാവും സോ ആസ് ടു കൺവേർട്ട് ദ ഹാർംഫുൾ സബ്സ്റ്റൻസ് ഇൻ ലെസ് ടോക്സിക് സബ്സ്റ്റൻസ്. അതുകൊണ്ട് എക്സ്റ്റേണൽ അതായത് നാച്ചുറൽ ന്യൂട്രിയൻസ് പുവർ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, വിച്ച് ഇസ് യുവർ ബയോ ഓഗ്മെന്റേഷൻ. എക്സ്റ്റേണലി നിങ്ങൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദിസ് ഇസ് അനദർ 2 ടെക്നിക്സ് വിച്ച് ഇസ് കമ്മിങ് അണ്ടർ ഇൻ സിറ്റു ബയോറെമിഡിയേഷൻ, അതായത് ബയോ സ്റ്റിമുലേഷനും ബയോ ഓഗ്മെന്റേഷനും. ഓക്കെ ആണല്ലോ, റൈറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ബയോ സ്ലർപ്പിംഗ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ബയോ വെന്റിംഗ് ഉണ്ട്, ബയോ സ്പാജിങ്, ബയോ സ്റ്റിമുലേഷൻ, ബയോ ഓഗ്മെന്റേഷൻ. അടുത്ത് നോക്കുന്ന ബയോ സ്ലർപ്പിംഗ് എന്താണെന്നാണ്. ഇനി ബയോ സ്ലർപ്പിങ്ങിനെ വേറൊരു പേര് വിളിക്കും, വിച്ച് ഇസ് കോൾഡ് ആസ് മൾട്ടി ഫേസ് എക്സ്ട്രാക്ഷൻ എന്ന് വിളിക്കും. 2 ഫേസ് ഉണ്ടായതുകൊണ്ട് എക്സ്ട്രാക്ഷൻ വഴി ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് മൾട്ടി ഫേസ് എക്സ്ട്രാക്ഷൻ. ഇനി എന്താണ് ബയോ സ്ലർപ്പിംഗ് എന്ന് വെച്ചാൽ മൾട്ടി ഫേസ് എക്സ്ട്രാക്ഷൻ ആയതുകൊണ്ട് 2 ടെക്നിക്കാണ് ഈ ബയോ സ്ലർപ്പിംഗിൽ യൂസ് ചെയ്യുന്നത്. അതായത് ദിസ് ഇസ് എ ടെക്നിക് വിച്ച് കമ്പൈൻസ് ബയോ വെൻഡിങ് അവർ യൂട്ടിലൈസ് ചെയ്യും 1, അല്ലാതെ വാക്യൂം എക്സ്ട്രാക്ഷനും ചെയ്യും 2, ടു റിമൂവ് ദ ഫ്ലോട്ടിംഗ് കണ്ടാമിനൻസ്. അതായത് ഫ്ലോട്ട് ചെയ്യുന്ന കണ്ടാമിനൻസ്, കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്താ പറയുക അക്വസ് ആയിട്ടുള്ള നോൺ അക്വസ് ആയിട്ടുള്ള കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ബയോ സ്ലർപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് 2 ടെക്നിക്ക് യൂസ് ചെയ്യും. ഒന്ന് ബയോ വെന്റിംഗ്, നോർമലി നമ്മൾ എയർ എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ലേ, അതും അതുപോലെ തന്നെ വാക്യൂം എക്സ്ട്രാക്ഷനും കൂടെ ചെയ്തിട്ടാണ് ഈ ബയോ സ്ലർപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ റിമൂവിങ് ലൈറ്റ് നോൺ അക്വസ് ഫേസ് ലിക്വിഡ്സ്. ഓക്കെ, അതായത് നോൺ അക്വസ് ആയിട്ടുള്ള ഫേസിൽ വരുന്ന ലൈറ്റ് ആയിട്ടുള്ള ലിക്വിഡ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ബയോ സ്ലർപ്പിംഗ്. എനി ടൈപ്പ് ഓഫ് പെട്രോൾ, ഡീസൽ അങ്ങനത്തുള്ള എല്ലാ കോമ്പണന്റും റിമൂവ് ചെയ്യാനായിട്ട് യു ക്യാൻ ഗോ ഫോർ യൂസിങ് ബയോ സ്ലർപ്പിംഗ്. ഇനി ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് a tube is inserted into the water table. Okay, ഒരു ട്യൂബ് വാട്ടർ ടേബിളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനകത്തൂടെ എയർ പാസ് ചെയ്യുക, ബിക്കോസ് ഇറ്റ് ഇസ് ബയോ വെന്റിംഗ് ആൻഡ് വാക്യൂം എക്സ്ട്രാക്ഷൻ. ഫസ്റ്റ് ബയോ വെന്റിംഗ് പ്രോസസ്സിനകത്ത് എയർ യു ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് എയർ ഇൻസൈഡ് ത്രൂ ദ ട്യൂബ് ടു ദ വാട്ടർ ടേബിൾ. രണ്ടാമത്തത് ദ വാക്യൂം സ്ലർബ്സ് ദ കണ്ടാമിനൻസ്. ഇനി വാക്യൂം എക്സ്ട്രാക്ഷൻ ഉണ്ട്, അപ്പോൾ അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്ത് അതിനെ കളക്ട് ചെയ്തെടുക്കും, ആ കണ്ടാമിനൻസ് സ്ലർബ് ചെയ്തെടുക്കും, കണ്ടാമിനൻസിനെ കളക്ട് ചെയ്തെടുത്തു വാക്യൂം. ഇനി എക്സ്ട്രാക്റ്റഡ് ഫ്ലൂയിഡ്സ് ഇറ്റ് ഇസ് ടേക്കൺ ഇൻ ടു ഓയിൽ വാട്ടർ സെപ്പറേറ്റർ. കാരണം ഇത് യൂസ് ചെയ്യുന്ന ലൈറ്റ് നോൺ അക്വസ് ഫേസ് ലിക്വിഡ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി എടുത്ത കണ്ടാമിനൻസിന് നിങ്ങൾ എങ്ങോട്ട് മാറ്റുക, ഒരു ഓയിൽ വാട്ടർ സെപ്പറേറ്ററിലോട്ട് മാറ്റുക. ഓക്കെ, റൈറ്റ്. ഇനി സൈമിൾട്ടേനിയസ്ലി റിമൂവ് ദ ലിക്വിഡ് കണ്ടാമിനൻസ്. അതിൽ നിന്ന് നോൺ അക്വസ് ആണിത്, ലൈറ്റ് നോൺ അക്വസ് ഫേസ് ലിക്വിഡ്സ് ആണ്. സോ അതുകൊണ്ട് ആ ലിക്വിഡ് കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്ത് കളയുക. ആൻഡ് ഫൈനലി നിങ്ങൾ കുറച്ചുകൂടെ എയറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻക്രീസിങ് യുവർ ബയോ ഡിഗ്രഡേഷൻ ടെക്നിക്. സോ ദിസ് ഇസ് എ technique which is followed in bioslurping, which is multi-phase extraction. So ആദ്യം നിങ്ങളൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഓൾറെഡി ഒരു ട്യൂബ് പ്ലേസ് ചെയ്യുക ഇൻ യുവർ വാട്ടർ ടേബിൾ. അത് തന്നെ. എന്നിട്ട് നെക്സ്റ്റ് നിങ്ങൾ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വാക്യൂംസ് കണ്ടാമിനൻസിനെ കളക്ട് ചെയ്തെടുക്കും. ഇനി ഈ കണ്ടാമിനൻസ് നമുക്ക് വേണ്ടത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോൺ അക്യൂസ് കണ്ടാമിനൻസ് ആണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു ഓയിൽ വാട്ടർ സെപ്പറേറ്ററിലോട്ട് റിമൂവ് ചെയ്യുക ഈ കളക്ട് ചെയ്ത കണ്ടാമിനൻസിനെ. എന്നിട്ട് ബൈ ദ വേ ലിക്വിഡ് ആയിട്ടുള്ള കോമ്പണൻസ് സൈമിൾട്ടേനിയസ്ലി നിങ്ങൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഫ്രം ദാറ്റ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എയറേഷൻ കൊടുക്കുക. എയറേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ബയോ ഡിഗ്രഡേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടിരിക്കും. അതാണ് ബയോ വെൻഡിങ് ആൻഡ് ആസ് വെൽ ആസ് വാക്യൂം എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടാമിനൻസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ സ്ലർപ്പിംഗ്, ഓർ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് മൾട്ടി ഫേസ് എക്സ്ട്രാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, റൈറ്റ്. ഇനി അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ആക്ഷൻ ആണ്. കാരണം ഇതിനകത്ത് ബയോ വെൻറ്റിങ്ങും അതുപോലെ തന്നെ വാക്യൂം എക്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഹാവിങ് ഡ്യുവൽ ആക്ഷൻ. ആൻഡ് അതായത് ഫിസിക്കൽ റിമൂവൽ നടക്കുന്നുണ്ട്, ബയോളജിക്കൽ ഡീഗ്രഡേഷൻ നടക്കുന്നുണ്ട്. സോ ബയോളജിക്കൽ ഡീഗ്രഡേഷന് വേണ്ടിയിട്ട് യു ആർ അപ്ലൈങ് എയറേഷൻ അല്ലേ, അല്ലെങ്കിൽ ഓക്സിജനേഷൻ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ റിമൂവലിന് വേണ്ടിയിട്ട് വാക്യൂം എക്സ്ട്രാക്ഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ടെക്നിക്ക് ചെയ്യുന്നത് കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കണ്ടാമിനൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ഓൺലി അപ് ടു 25 feet ഡെപ്ത്. അത്രയും ഡെപ്തിൽ വരെ നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നിക്ക് ആപ്ലിക്കബിൾ അല്ലോ, വിച്ച് ഇസ് യുവർ ബയോ സ്ലർപ്പിംഗ്. ഓക്കെ, 25 feet ഡെപ്ത് വരെയാണ് ഈ പറയുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് യുവർ ബയോ സ്ലർപ്പിംഗ്. ഓക്കെ, റൈറ്റ്. സോ 2 ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റഡ് മെത്തേഡാണ് ബയോ സ്ലർപ്പിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് മൾട്ടി ഫേസ് എക്സ്ട്രാക്ഷൻ. ഓക്കെ, ഇനി ഇതാണ് നോർമലി ഒരു ബയോ സ്ലർപ്പിങ്ങിന്റെ ഫിഗർ വരുന്നത്. അതായത് ഒരു വാക്യൂം എക്സ്ട്രാക്ഷൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് അവർ വെച്ചിട്ടുണ്ട്, നോർമലി ഒരു ട്യൂബ് അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ,
സോ ഇതിനകത്ത് ദേ വിൽ ബി കളക്ടിങ് ദാറ്റ്, എന്നിട്ട് ഈ പറയുന്ന PVC വെല്ലും കൂടെ അവർ ഫ്യൂവൽ എക്സ്ട്രാക്ഷൻ ചെയ്ത് എന്നിട്ട് ലിക്വിഡിന്, അതുകൊണ്ടൊന്നും ലിക്വിഡ് റിമൂവ് ചെയ്ത് കളയണം. സോ ലിക്വിഡ് റിമൂവ് ചെയ്യാനായിട്ട് ലിക്വിഡ് ട്രാപ്പ് ഇവിടെ ഉണ്ട്, അവർക്ക് അത് വേണ്ട, റൈറ്റ്. ഇനി ഇതിനകത്ത് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് വാക്യത്തിനകത്ത് കളക്ട് ചെയ്ത കണ്ടാമിനൻസ് വാട്ടർ, സോയിൽ, ഗ്യാസ് ഇങ്ങോട്ട് പോയി. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഇസ് എ കംപ്ലീറ്റ് എന്താ പറയുക ടെക്നിക് ഓഫ് ഇത് ബയോ സ്ലർപ്പിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് മൾട്ടി ഫേസ് എക്സ്ട്രാക്ഷൻ ടെക്നിക്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ സൈറ്റോ ബയോ റെമഡിയേഷൻ. അതായത് കണ്ടാമിനന്റ് എവിടെയാണോ അവിടെ വെച്ച് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻസൈറ്റോ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന 2 ക്ലാസിഫിക്കേഷനാണ്, എഞ്ചിനീയർഡും അതുപോലെ ഇൻട്രിൻസിക്കും. എഞ്ചിനീയറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. സോ വി ഡിസ്കസ് അബൌട്ട് ബയോ വെന്റിംഗ്, ബയോ സ്പാർജിങ്, ബയോ സ്റ്റിമുലേഷൻ, ബയോ ഓഗ്മെന്റേഷൻ, പിന്നെ ബയോ സ്ലർപ്പിംഗ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പോകുന്നത് വിച്ച് ഇസ് അബൌട്ട് എക്സിറ്റ് ബയോ റെമഡിയേഷൻ. സോ ഇൻസിറ്റ് എന്ന് പറഞ്ഞാൽ ആ കണ്ടാമിനേറ്റഡ് ഫേസിൽ തന്നെ നമ്മൾ അതിനെ എന്താ പറയുക ലെസ് കണ്ടാമിനേറ്റഡ് ആക്കുന്നത് കൊണ്ട്, എക്സിറ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്. ഓക്കെ, ഇനി എക്സിറ്റ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ അല്ലെങ്കിൽ സോയിൽ ഇസ് റിമൂവ്ഡ് ഫ്രം ദ എൻവയോൺമെന്റ്. ആ പർട്ടിക്കുലർ എൻവയോൺമെന്റ് മാറ്റുക, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുകയാണ്. എവിടെയാണോ കണ്ടാമിനേറ്റ്, എത്ര ഡെപ്ത് വരെ കണ്ടാമിനേറ്റഡ് ആണോ അതിനെ നിങ്ങൾ കളക്ട് ചെയ്യുക, അതിനെ അവിടുന്ന് റിമൂവ് ചെയ്യുക ബൈ ബയോളജിക്കൽ ഓർഗാനിസംസ്. സോ അവിടെ നിന്ന് കൊണ്ട് വേറൊരു ഏരിയാസിൽ കൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ബയോ റെമഡിയേഷൻ ഇസ് കോൾഡ് എക്സിറ്റ് ബയോ റെമഡിയേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇൻ സച്ച് ടൈപ്പ് ഓഫ് ബയോ റെമഡിയേഷൻ ബയോ റിയാക്ടേഴ്സ് ആൻഡ് ആഡഡ് ന്യൂട്രിയൻസ് ക്യാൻ ബി യൂസ് ടു സ്പീഡ് അപ്പ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ്. ഓക്കെ, റൈറ്റ്. സോ നിങ്ങൾ നോർമലി ഒരു വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ന്യൂട്രിയൻസോ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ആഡ് ഓൾ ദോസ് ഐറ്റംസ് സോ ആസ് ടു ഇൻക്രീസ് ദ biodegradation technique in case of ex-situ. ഇനി this type of bioremediation includes, അപ്പോൾ നമ്മൾ ex-situ ക്ലാസിഫിക്കേഷൻ അത് പറഞ്ഞു. ex-situവിന് 2 ടൈപ്പ് ഫേസ് ഉണ്ട്, സോളിഡ് ഫേസും സ്ലറി ഫേസും. ഓക്കെ, ഇനി ex-situവിൽ വരുന്ന ടെക്നിക്സിൽ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്ത് സോളിഡും അതുപോലെ സ്ലറിയും. ആദ്യം വരുന്നത് സോളിഡ് ഫേസ് ആണ്. ഇനി സോളിഡ് ഫേസിന്റെ ക്ലാസിഫിക്കേഷൻസ് എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് ലാൻഡ് ഫാമിംഗ്. നോർമൽ ടെക്നിക്കാണ് ലാൻഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് എവിടെയാണോ പൊല്യൂട്ടൻസ് ഉള്ളത് അതിന് ജസ്റ്റ് അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ട് ലെസ് പൊല്യൂട്ടൻ്റ് ആക്കി എടുക്കുന്നു. അതാണ് ഇൻ കേസ് ഓഫ് എക്സിറ്റ് ബയോ റെമഡിയേഷൻ വരുന്നത്. സോ അതിൽ സോളിഡ് ഫേസ്, കാരണം ഫുൾ സോളിഡ് ആയിരിക്കും. ഫസ്റ്റ് ടെക്നിക് ഇസ് കോൾഡ് എസ് ലാൻഡ് ഫാമിംഗ്. സോ ലാൻഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക് ഇൻ വിച്ച് ദ കണ്ടാമിനേറ്റഡ് സോയിൽ, എവിടെയാണോ കണ്ടാമിനേറ്റഡ് സോയിൽ ഉള്ളത് അത് നിങ്ങൾ എക്സ്കവേറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി നിങ്ങൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുക. എടുത്തിട്ട് മാറ്റിയിട്ട് ജസ്റ്റ് സ്പ്രെഡ് ഓവർ എ പർട്ടിക്കുലർ പ്ലേസ്, അനദർ പ്ലേസിൽ കൊണ്ട് സ്പ്രെഡ് ചെയ്യുക. ആൻഡ് ദി ആർ ഡൺ അറ്റ് റെഗുലർ ഇന്റർവൽസ് അൺടിൽ ദ പൊല്യൂട്ടൻസ് ആർ ഡീഗ്രേഡഡ്. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ട്രീറ്റ് ചെയ്യുക, അതിനെ ജസ്റ്റ് ഒന്ന് നിരത്തിയിട്ട് ട്രീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ന്യൂട്രിയൻസ് ആഡ് ചെയ്യാം, ഓക്സിജൻ ആഡ് ചെയ്യാം. അത് വെച്ച് ആ പ്രോസസ്സ് നാച്ചുറലി ഇൻഡിജിനസ് മൈക്രോ ഓർഗൻസ് അതിനെ കൺവേർട്ട് ചെയ്ത് ലെസ് ടോക്സിക് ആയിട്ട് മാറ്റും. സോ ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. നോർമൽ സിമ്പിൾ ടെക്നിക്. ഓക്കെ, എവിടെയാണോ കണ്ടാമിനേഷൻ ഉള്ളത് ആ പർട്ടിക്കുലർ ഏരിയ നിങ്ങൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ വേറൊരു ഏരിയയിൽ സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അത് ആ നാച്ചുറൽ പ്രോസസ്സിൽ ആ ഇൻഡിജിനസ് മൈക്രോ ഓർഗാനിസം അതിനെ കൺവേർട്ട് ചെയ്ത് ലെസ് ടോക്സിക് ആയിട്ട് മാറ്റും. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് എന്തെന്ന് പറയുന്നത് ലാൻഡ് ഫാമിംഗ്, വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് സോളിഡ് ഫേസ് പ്രോസസ്. ഓക്കെ, സോ എക്സിറ്റ്യൂവിൽ വരുന്ന സോളിഡ് ഫേസിലെ ഒന്നാമത്തെ എക്സാമ്പിൾ ലാൻഡ് ഫാമിംഗ്, വിച്ച് ഇസ് യൂഷ്വലി ഡൺ ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ ടെക്നിക്. ഇനി രണ്ടാമത്തത് കമ്പോസ്റ്റിംഗ്. ഇത് നമ്മൾ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ടെക്നിക്കാണ് കമ്പോസ്റ്റിംഗ്. കമ്പോസ്റ്റിംഗിൽ എന്താ ചെയ്യുന്നത്? കണ്ടാമിനേറ്റഡ് സോയിൽ എടുക്കുക. കണ്ടാമിനേറ്റഡ് സോയിലിന് ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ടെക്നിക് ദാറ്റ് കമ്പൈൻസ് കണ്ടാമിനേറ്റഡ് സോയിൽ, അതെടുത്തു അലോങ് വിത്ത് നോൺ ഹസാർഡസ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. അതായത് ഹസാർഡസ് അല്ല, നോൺ ഹസാർഡസ് ആയിട്ടുള്ള ഓർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് കൗഡങ് പോലത്തുള്ള ഐറ്റംസ്, അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് അതിനകത്തുള്ള ഇൻഡിജിനസ് നേറ്റീവ് മൈക്രോ ഓർഗാനിസംസ് ഈ കണ്ടാമിനൻസിനെ ലെസ് എന്താ പറയുക ടോക്സിക് കണ്ടാമിനൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, in case of composting. So it's a technique that combines contaminated soil with non-hazardous organic substances such as ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാനുവർ യൂസ് ചെയ്യാം, കൗടങ്ങ് പോലത്തുള്ള മാനുവർ, അല്ലെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ വേസ്റ്റ്, നമ്മുടെ വീട്ടിൽ വരുന്ന അഗ്രികൾച്ചർ വേസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ സപ്പോർട്ട്സ് the development of a rich microbial population and elevated temperature. സോ ആ ഒരു മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പോസ്റ്റിംഗ്. നമ്മൾ ചെയ്യുന്ന വീട്ടിൽ കമ്പോസ്റ്റിംഗ്, അത് തന്നെയാണ് ഈ ടൈപ്പ് ഓഫ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾ എന്താ പറയുക കണ്ടാമിനേറ്റഡ് സോയിലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതിനകത്ത് നോൺ ടോക്സിക് അല്ലെങ്കിൽ നോൺ ഹസാർഡസ് ആയിട്ടുള്ള ഓർഗാനിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അഗ്രികൾച്ചർ വേസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ മാനുവേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ ഓർഗാനിക് മെറ്റീരിയൽസിലുള്ള മൈക്രോ ഓർഗാനിസംസ് എലിവേറ്റഡ് ടെമ്പറേച്ചറും കാണും. കാരണം നിങ്ങൾ നോർമലി ഒരു ലാൻഡ് ബോഡിയിലാണ് ചെയ്യുന്നത്. സോ ദ ടെമ്പറേച്ചർ പ്രസൻസ് കൊണ്ട് ആക്ടിവേറ്റ് ചെയ്ത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം വിൽ ബി കൺവേർട്ടിംഗ് ദീസ് സബ്സ്റ്റൻസ് ഇൻ ലെസ് ടോക്സിക് സബ്സ്റ്റൻസ്. ആ പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് എക്സിറ്റ് ബയോ റെമഡിയേഷൻ. അത് അവിടെ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യല്ല, നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് വേറൊരു പ്ലേസിൽ കൊണ്ടുപോയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് എക്സിറ്റ് ബയോ റെമഡിയേഷൻ നമ്മൾ പറഞ്ഞത്. ഓക്കെ, റൈറ്റ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾസ് ആണ് ബയോപൈൻ. ഓക്കെ,
സോ ബയോപൈൽ എന്ന് പറഞ്ഞാൽ നോർമലി ഈ പെട്രോളിയം ഹൈഡ്രോകാർബൺസ് വരുന്ന കണ്ടാമിനേറ്റഡ് സോയിൽസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബയോപൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് സർഫസ് കണ്ടാമിനേഷൻ വിത്ത് പെട്രോളിയം ഹൈഡ്രോകാർബൺസ്. അതായത് നമ്മൾ പറഞ്ഞില്ല എത്തിലീൻ, ബെൻസീൻ അതുപോലത്തുള്ള ആ കണ്ടാമിനേഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബയോപൈൽസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ലാൻഡ് ഫാമിങ്ങിന്റെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള വേർഷൻ ആണ് ഈ പറയുന്ന ബയോപൈൽ. ഓക്കെ, that tends to control the physical loss of the contaminants by leaching and volatilization. അതായത് ആ കണ്ടാമിനൻസ് ലീച്ച് ചെയ്യാനായിട്ട് പോകും, അതുപോലെ തന്നെ വോളറ്റൈസ് ചെയ്ത് പോകാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബയോപൈൽ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ആ കണ്ടാമിനേറ്റഡ് സോയിലിനെ എക്സ്കവേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഇൻ കേസ് ഓഫ് ബയോപൈൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഫാമിങ്ങിന്റെ വേറൊരു ടെക്നിക്കാണ്. ഇറ്റ്സ് എ റിഫൈൻഡ് വേർഷൻ ആണെന്നേ ഉള്ളൂ ഇൻ കേസ് ഓഫ് ലാൻഡ് ഫാമിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ബയോപൈൽ എന്ന് പറയുന്ന ടെക്നിക്കിനകത്ത് പെട്രോളിയം ഹൈഡ്രോകാർബൺസ് പോലത്തുള്ള കണ്ടാമിനൻസിനെ ടോക്സിസിറ്റി കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബയോപൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ബയോപൈലിൽ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ് സോയിൽ അവർ എക്സ്കവേറ്റ് ചെയ്യും, എന്നിട്ട് ഇറ്റ് ഇസ് പൈൽഡ് ഇൻ ടു ഹീപ്സ്, അതായത് വലിയ കൂന പോലെ ഈ കണ്ടാമിനേറ്റഡ് സോയിൽ അവർ കൂട്ടിയിടും, വിച്ച് ഇസ് കോൾഡ് ബയോപൈൽസ്. അതിനാണ് ഈ ബയോപൈൽ എന്ന് വിളിക്കുക. ദാറ്റ് ആൻഡ് ട്രീറ്റഡ് ബൈ സപ്ലൈ, എന്നിട്ട് ഇതിനകത്തോടെ എയർ സപ്ലൈ ചെയ്യുക, മോയ്സ്ചറോ ന്യൂട്രിയൻസ് മൈക്രോ ഓർഗൻസ് എല്ലാം സപ്ലൈ ചെയ്യുക ടു എൻഹാൻസ് ദ മൈക്രോബിയൽ ഡീഗ്രഡേഷൻ ഓഫ് ദ പൊല്യൂട്ടൻസ്. അപ്പോൾ അതിന് ആ ഒരു ടെക്നിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് വിച്ച് ഇസ് കോൾഡ് ആസ് ബയോപൈൽ. അപ്പോൾ ലാൻഡ് ഫാമിങ് ഇത് തന്നെ, പക്ഷേ ലാൻഡ് ഫാമിങ് ലാൻഡ് ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാ കണ്ടാമിനേറ്റഡ് സോയിലും കൂടെ ഒരു പൈലായിട്ട്, അതായത് ഒരു കൂന പോലെ വില കൂട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് യു ക്യാൻ ആഡ് സം ഓക്സിജൻ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം. ദേ വിൽ ബി കൺവേർട്ടിംഗ് ദ ടോക്സിക് സബ്സ്റ്റൻസ് ഇൻ ലെസ് ടോക്സിക് സബ്സ്റ്റൻസ്. ഈ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ബയോപൈൽ. എന്നിട്ട് ബയോപൈൽ സ്ട്രിക്ട്ലി ഏത് സോയിലാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ വിച്ച് ഇസ് കണ്ടാമിനേറ്റഡ് ബൈ പെട്രോളിയം ഹൈഡ്രോകാർബൺസ്. ഓക്കെ, റൈറ്റ്. സോ ഇറ്റ് ഇസ് മെയിൻലി യൂസ് ടു ട്രീറ്റ് പെട്രോളിയം ഹൈഡ്രോകാർബൺ കണ്ടാമിനേറ്റഡ് സോയിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ന് പറയുന്നത് ബയോപൈൽ, വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് എക്സിറ്റ് ബയോറെമിഡിയേഷൻ. ഓക്കെ, റൈറ്റ്. സോ ബയോപൈലിനകത്ത് നിങ്ങൾ കണ്ടാമിനേറ്റഡ് സോയിൽ കളക്ട് ചെയ്ത് എക്സ്കവേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് പൈൽസ് ആയിട്ട് കൂട്ടി വെക്കുക, എന്നിട്ട് അതിനകത്ത് യു ആർ സപ്ലൈങ് സം എയർ അല്ലെങ്കിൽ മോയ്സ്ചർ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് വിച്ച് ഹെൽപ്സ് ഇൻ കൺവേർട്ടിംഗ് ദ മൈക്രോ ഓർഗാനിസം, വിച്ച് ഹെൽപ്സ് മൈക്രോ ഓർഗാനിസം ഇൻ കൺവേർട്ടിംഗ് ദ ഹാർംഫുൾ സബ്സ്റ്റൻസ് ഇൻ ടു ലെസ് ഹാർംഫുൾ സബ്സ്റ്റൻസ്. ഓക്കെ, ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോപൈൽ എന്ന് പറയുന്നത്, വിച്ച് ഇസ് മെയിൻലി യൂസ് ഫോർ പെട്രോളിയം ഹൈഡ്രോകാർബൺ കണ്ടാമിനേറ്റഡ് സോയിൽ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ ഇസ് ബയോഫിൽട്ടേഴ്സ്. ദാറ്റ്സ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ എന്താ പറയുക എക്സിറ്റ് ബയോറെമിഡിയേഷൻ. ബയോഫിൽട്ടർ എന്താണ്? ഓക്കെ, ഇനി ബയോഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ദേ ആർ പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം ദാറ്റ് യൂസ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ബയോഫിൽട്ടേഴ്സ്. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമലി നമ്മുടെ ബയോഫിൽട്ടേഴ്സിനകത്ത് ഒരു മോയ്സ്റ്റിനകത്ത് ഈ മൈക്രോ ഓർഗാനിസിനെ വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഇസ് ഇമ്മൊബിലൈസ്ഡ് ഓൺ എ മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് ആയിട്ടൊരു ഫിൽട്ടർ ബെഡ് ഉണ്ട്. സോ ആ ഫിൽട്ടർ ബെഡിൽ മൈക്രോ ഓർഗാനിസത്തിനെ ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ഇൻ കേസ് ഓഫ് ബയോഫിൽട്ടർ. ഓക്കെ, റൈറ്റ്. ടു കൺസ്യൂം ആൻഡ് ഡീഗ്രേഡ്, എന്നിട്ട് ഈ ഇമ്മൊബിലൈസ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയ ഈ പറയുന്ന കണ്ടാമിനേറ്റഡ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ അതിലെ വാട്ടറിനെയും സോയിലിനെയും അവർ കൺസ്യൂം ചെയ്തിട്ട് എന്ത് വിൽ ബി ഡീഗ്രേഡിങ്. എന്തൊക്കെ ഡീഗ്രേഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഓർഡർ, അതായത് ഹൈലി എന്താ പറയുക പെട്രോളിയം അങ്ങനത്തുള്ള കണ്ടാമിനേറ്റത്തിന് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ അതിനെ അവർ റെഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ അവർ റെഡ്യൂസ് ചെയ്യും. അതായത് അമോണിയ അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻസ്, സൾഫൈഡ്, അതായത് ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെ ആയിരിക്കും കുറച്ച് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തുള്ള കണ്ടാമിനൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബയോഫിൽറ്റർ എന്ന് പറയുക. ഓക്കെ, സോ ഇറ്റ്സ് ഹാവിങ് എ മോയ്സ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക മോയ്സ്റ്റ് ബെഡ് അല്ലെ, ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് ഫിൽറ്റർ ബെഡ് ഉണ്ട്. സോ ദ മൈക്രോ ഓർഗാനിസം ആർ എംബെഡഡ് ഓൺ ദിസ് ഫിൽറ്റർ ബെഡ് ആൻഡ് ദിസ് മൈക്രോ ഓർഗാനിസം ഹെൽപ്സ് ഇൻ കൺവേർട്ടിംഗ് ദ ടോക്സിക് സബ്സ്റ്റൻസസ്. ദസ് ബൈ റെഡ്യൂസിങ് എന്തൊക്കെയാണ് ഓർഡർ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഹൈഡ്രജൻ സൾഫൈഡ് എക്സെട്ര. ഓക്കെ, ഇനി ദേ ആർ ഹൈലി എഫിഷ്യൻറ്റ് ഫോർ ഓർഡർ റിഡക്ഷൻ. അതാണ് എന്തെങ്കിലും സ്മെല്ല് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബയോഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ റിഡക്ഷൻ അപ് ടു 95% ആൻഡ് എയർ പ്യൂരിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, അവിടെയൊക്കെ എയർ പ്യൂരിഫൈ ചെയ്യാനോ ഇൻ അഗ്രികൾച്ചർ ട്രീറ്റ്മെന്റ് ആൻഡ് കമ്പോസ്റ്റിംഗ് എക്സെട്ര അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബയോഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ ബയോഫിൽറ്റർ ഇസ് എ ടൈപ്പ് ഓഫ് exit bioremediation which uses a microorganism which is embedded on a filter bed and it will be reducing all the odor containing causing compounds അല്ലെങ്കിൽ volatile compounds അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് പോലത്തെ ഗ്യാസ്. 95%ഉം ഈ പറയുന്ന ഓർഡർ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത് which is called as biofilters. Okay, next. So this is the type of exit bioremediation which we have learned. അതായത് കമ്പോസ്റ്റിംഗ്. അതായത് നമ്മൾ നോർമലി എക്സ്പേറ്റ് സോയിലിനെ എടുത്തിട്ട് അവിടെ മൈക്രോ ഓർഗാനിസിൻ്റെ പ്രസൻസിലുണ്ടായത് അതിനകത്തുകൂടെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യുന്നത് നമ്മൾ കമ്പോസ്റ്റിംഗ് എന്ന് പറയും. ഇനി ലാൻഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ലാൻഡ് ബോഡി എടുക്കുന്നു, എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നു, അതിനകത്ത് നോർമലി ആ ലാൻഡിനെ കുറച്ച് നേരം ട്രീറ്റ് ചെയ്യാൻ ഇടുന്നു ബൈ സപ്ലൈങ് എയർ, ന്യൂട്രിയൻസ്, മൈക്രോ ഓർഗാനിസംസ് എക്സെട്ര. ഓക്കെ, ഇനി ബയോഫിൽറ്റേഴ്സ് വരും. ഇതുപോലെ ഫിൽറ്റർ ബെഡ്സ് കാണും. ഈ ഫിൽറ്റർ ബെഡ്സിനകത്ത് ഈ മൈക്രോ ഓർഗാനിസം ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഹെൽപ്സ് ഇൻ കൺവേർട്ടിംഗ് ഓൾ ദ ഓർഡർ കോസിംഗ് കോമ്പൗണ്ട്സ് എക്സെട്ര. അതാണ് ബയോഫിൽറ്റർ വരുന്നത്. പിന്നെ ബയോപൈലിംഗ് എന്ന് പറഞ്ഞാൽ
കണ്ടാമിനേറ്റഡ് സോയിൽ എടുക്കുക, അതിനെ കൂന കൂട്ടി വെക്കുക, അതിനകത്തോട്ട് നിങ്ങൾ ഈ പറയുന്ന സോഴ്സുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിയാക്ട് ചെയ്തെടുക്കും. ഇനി ബയോറിയാക്ടർ നമ്മൾ പറയാം. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് സ്ലറി ഫേസ്. ഓക്കെ, സ്ലറി ഫേസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് ബയോറിയാക്ടേഴ്സ്. ദിസ് ഇസ് എ ബയോറിയാക്ടർ. ഇതെല്ലാം സോളിഡ് ഫേസ് ആണ്. ഇത് സോളിഡ് ഫേസ്, ഇത് സോളിഡ് ഫേസ്, ഇത് സോളിഡ് ഫേസ്. ഇത് മാത്രമേ ഉള്ളൂ സ്ലറി ഫേസിൽ വരുന്നത്. ഓക്കെ, അതായത് ലിക്വിഡ് പ്ലസ് സോളിഡ് ഫേസ് വരുന്നതുകൊണ്ടാണ് അതിനെ സ്ലറി ഫേസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എക്സിറ്റു റെമഡിയേഷൻ നമ്മൾ പറഞ്ഞെല്ലാം സോളിഡ് ഫേസ് ആണ്. കാരണം ഇതിനകത്തെല്ലാം സോളിഡ് കോമ്പണൻസ് ആണ്. ലാൻഡ് ഫാമിംഗ് ആയിക്കോട്ടെ, ബയോ പൈലിംഗ്, കമ്പോസ്റ്റിംഗ്, ബയോ ഫിൽറ്റർ എക്സെട്ര. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സ്ലറി ഫേസ് വിച്ച് ഇസ് ബയോറിയാക്ടർ. ഇതാണ് ഒരു ബയോറിയാക്ടർ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ബയോറിയാക്ടേഴ്സ്, ദീസ് ആർ എഞ്ചിനീയർഡ് കണ്ടെയ്നേഴ്സ്. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കണ്ടെയ്നേഴ്സ് ആണ് ഈ ബയോറിയാക്ടേഴ്സ്. ഓക്കെ, ഇത് എഞ്ചിനീയർ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സ് ആണ്. സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്ത കണ്ടെയ്നേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ റിയാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ദാറ്റ് ഗീവ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽ, അതായത് നിങ്ങൾക്ക് സ്ലറി അല്ലെങ്കിൽ അക്വസ് മിക്സർ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അല്ല, നിങ്ങൾ സോളിഡ് ഫേസിലല്ല അതിലിടുന്നത്, അതിൽ അക്വസ് ആയിട്ട് സ്ലറി ഫേസിലായിരിക്കും നിങ്ങൾ ഈ പറയുന്ന കണ്ടാമിനൻസ് ആ ബയോറിയാക്ടറിലോട്ട് ആഡ് ചെയ്യുന്നത്. ആൻഡ് ബയോമാസ് ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ്. എന്നിട്ട് നിങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് എ ബയോറിയാക്ടർ. ഇനി ബയോറിയാക്ടറും ബാക്കിയുള്ള ടെക്നിക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ബയോറിയാക്ടറിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്, pH കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്, എയറേഷൻ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ബയോറെമഡിയേഷൻ ടെക്നിക്ക് നടക്കണമെങ്കിൽ തന്നെ ടെമ്പറേച്ചർ വേണം, pH വേണം, അതുപോലെ മോയ്സ്ചർ കണ്ടന്റ് വേണം. സോ അതുകൊണ്ട് ഈ പറയുന്ന എന്തൊക്കെ കാരണങ്ങളാണോ ഇത് വേണ്ടത് ഓർഗാനിസത്തിന് വേണ്ടിയിട്ട്, ആ ഫാക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനീയർഡ് എക്യുപ്മെന്റ് ആണ് ഈ പറയുന്ന ബയോറിയാക്ടർ എന്ന് പറയുന്നത്. വിച്ച് ഇസ് സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്തൊരു എക്യുപ്മെന്റ് ആണ് ബയോറിയാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ കീപ് ദ കണ്ടാമിനൻസ് ഇൻ സ്ലറി ഫേസ്, അതായത് അക്വസ് ഫേസിൽ നിങ്ങൾക്ക് കണ്ടാമിനൻസിനകത്ത് ലോഡ് ചെയ്യാം. And bioreactors have the advantage കാരണം it having following complete control over pH, temperature, oxygen level, etc. So ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ബയോറിയാക്ടേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു pH കൺട്രോൾ, ഇവിടെ ഒരു ഓക്സിജൻ കൺട്രോൾ, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം എല്ലാം ഈ ബയോറിയാക്ടറിൽ തന്നെയുണ്ട്. അതുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തിന് ആവശ്യമായുള്ള സാധനങ്ങൾ ഇതിനകത്ത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി കിട്ടുന്നതാണ്. അപ്പോൾ ആ പ്രോസസ്സ് അത്രയും ഫാസ്റ്റ് ആവണമെന്നില്ല കമ്പയറിംഗ് വിത്ത് യുവർ ബയോറിയാക്ടറിനകത്ത് ഈ പറയുന്ന കൺട്രോൾ സിസ്റ്റം എല്ലാം ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് മെത്തേഡ് നടക്കും കമ്പയറിംഗ് വിത്ത് ഓൾ ദി അതർ മെത്തേഡ്സ് ഓഫ് എക്സിറ്റ് ബയോറെമഡിയേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സിറ്റ് ബയോറെമഡിയേഷൻ. സോ എക്സിറ്റ് ബയോറെമഡിയേഷനിൽ നമുക്ക് രണ്ട് ഫേസ് ഉണ്ട്, അതായത് സോളിഡ് ഫേസും സ്ലറി ഫേസും. സോളിഡ് ഫേസിൽ വന്ന എക്സാമ്പിൾസ് ആയിരുന്നു വി ടോക്ക്ഡ് അബൌട്ട് കമ്പോസ്റ്റിംഗ്, ലാൻഡ് ഫാമിംഗ്, ദെൻ we talked about biopiling then and biofilter. പിന്നെ സ്ലറി ഫേസിൽ വരുന്നതായിരുന്നു വിച്ച് ഇസ് അബൌട്ട് ബയോറിയാക്ടർ. ഇനി നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഫൈറ്റോറെമഡിയേഷൻ. കാരണം നമ്മൾ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞു റെമഡിയേഷൻ ഇസ് നോട്ട് ക്യാരിഡ് ഔട്ട് ബൈ മൈക്രോ ഓർഗാനിസം മാത്രമല്ല പ്ലാന്റ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്ലാന്റ്സ് ഹെൽപ്പ് ചെയ്യുന്ന ബയോറെമഡിയേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ യൂസ് ഓഫ് പ്ലാന്റ്സ് ടു റിമൂവ് അല്ലെങ്കിൽ ഡീഗ്രേഡ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസ് എ കണ്ടാമിനൻസ് ഇൻ സോയിൽ ആൻഡ് വാട്ടർ. ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് വിച്ച് ഇസ് കോൾഡ് ആസ് ഫൈറ്റോ റെമഡിയേഷൻ. ഇനി ഫൈറ്റോ റെമഡിയേഷനും കുറച്ച് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്, അത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഫൈറ്റോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഓക്കെ, സോ ഇതൊരു ടൈപ്പ് ഓഫ് ഫൈറ്റോ റെമഡിയേഷൻ ആണ്, അതായത് പ്ലാന്റ്സ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ ഫൈറ്റോ റെമഡിയേഷൻ. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ ടൈപ്പാണ് ഫൈറ്റോ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇറ്റ്സ് എ പ്രോസസ് യൂസ് ബൈ പ്ലാന്റ്സ്. എന്തിനാന്ന് വെച്ചാൽ ടു അക്യുമുലേറ്റ് ദ കണ്ടാമിനൻസിന് എവിടെ അക്യുമുലേറ്റ് ചെയ്യും? ഇൻ ദ റൂട്ട്. ഓക്കെ, ഈ പറയുന്ന താഴെ നിന്ന് വരുന്ന കണ്ടാമിനൻസ് എല്ലാം റൂട്ടിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ട് അബവ് ദ ഗ്രൗണ്ട് ഷൂട്ട്സ് അല്ലെങ്കിൽ ലീവ്സ് ഇവിടെ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് വെക്കും ഈ പറയുന്ന കണ്ടാമിനൻസ്. അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈറ്റോ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ all the contaminants will be accumulated in the root or above that like shoot or leaves etc. And this techniques save the cost of remediation by accumulating low levels of contaminants from a widespread area. അതായത് താഴെയുള്ള അത്രയും കണ്ടാമിനേറ്റഡ് സോയിൽ നിന്ന് അത്രയും കണ്ടാമിനൻസ് അത് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ റൂട്ട്സിലോ അല്ലെന്നുണ്ടെങ്കിൽ ലീവ്സിലോ ഷൂട്ടിലോ ഒക്കെ അത് അത്രയും എക്സ്ട്രാക്ട് ചെയ്ത് വെക്കും. അത്രയും വൈഡ് സ്പ്രെഡ് ഏരിയയിലുള്ള കണ്ടാമിനൻസിനെ എക്സ്ട്രാക്ട് ചെയ്ത് വെക്കുന്ന മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈറ്റോ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ പ്ലാന്റ്സ് വിൽ ബി അക്യുമുലേറ്റിംഗ് ദാറ്റ് മച്ച് ടോക്സിക് സബ്സ്റ്റൻസ്. Okay, so that is one type of phytoremediation which is called as phytoextraction. ഇനി രണ്ടാമത്തത് ഫൈറ്റോ ട്രാൻസ്ഫോർമേഷൻ. ഇനി ഫൈറ്റോ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് വിച്ച് റെഫേഴ്സ് ടു അപ്ടേക്ക് ഓഫ് ദ ഓർഗാനിക് കണ്ടാമിനൻസ്. ഓക്കെ, അതായത് ഓർഗാനിക് കണ്ടാമിനൻസ് ഓയിൽ നിന്ന് അപ്ടേക്ക് ചെയ്തു ആൻഡ് സബ്സിക്വൻ്റ്ലി ദ ട്രാൻസ്ഫോർമേഷൻ അതിനെ പ്ലാന്റ്സ് തന്നെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഇൻറ്റു എന്താണ് മോർ സ്റ്റേബിൾ,
ലെസ് ടോക്സിക് ആൻഡ് ലെസ് മൊബൈൽ ഫോം. ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഫൈറ്റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈറ്റോ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും കണ്ടാമിനൻസിനെ റൂട്ടിലോ സോയിലിലോ സോയിലിൽ നിന്ന് കിട്ടുന്ന റൂട്ടിനെ ലീവ്സിലോ ഷൂട്ടിലൊക്കെ അത് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കും. ഇനി ഫൈറ്റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത കണ്ടാമിനൻസിനെ പ്ലാന്റ്സ് തന്നെ ലെസ് ടോക്സിക് ലെസ് മൊബൈൽ ഫോം ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മെറ്റൽ ക്രോമിയം ട്രാൻസ്ഫോംസ്, അതായത് ഇപ്പം ക്രോമിയത്തിനാണ് അവർ എടുത്തെന്നുണ്ടെങ്കിൽ അതിനവർ ട്രാൻസ്ഫോം ചെയ്യും. എന്ന് വെച്ചാൽ ഫ്രം ഹെക്സാവാലൻ ക്രോമിയം, അതായത് CR6+, ഇതെന്ന് പറഞ്ഞാൽ ഹൈലി ടോക്സിക് ആണ്, അതിനെ അവർ കൺവേർട്ട് ചെയ്ത് CR3+ ആക്കി മാറ്റും. പ്ലാന്റ്സ് തന്നെ ചെയ്യും. സോ CR3+ ആണ് ലെസ് ടോക്സിക് ആൻഡ് ലെസ് കാർസിനോജനിക് കമ്പയർ വിത്ത് CR6+. ഹെക്സാവാലനെ കാട്ടിയും എന്താ പറയുക ടോക്സിന് കുറവ് ട്രൈവാലൻ്റ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് എന്ന് പറയുന്നത് ഫൈറ്റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് ഫൈറ്റോ റെമഡിയേഷൻ. ഇനി തേർഡ് വൺ ഇസ് ഫൈറ്റോ സ്റ്റെബിലൈസേഷൻ. ഇനി സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. ഇനി ഇതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടെക്നിക് ഇൻ വിച്ച് ദ പ്ലാന്റ്സ് റെഡ്യൂസ് എ മൊബിലിറ്റി. അതായത് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത കണ്ടാമിനൻസിന്റെ മൊബിലിറ്റി കുറയ്ക്കുകയാണ്, അതിനെ സ്റ്റേബിൾ ആക്കി വെക്കുകയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് മൂവ് ചെയ്യിപ്പിക്കാതെ റെഡ്യൂസ് എ മൊബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ ഓഫ് ദ കണ്ടാമിനേറ്റഡ് സോയിൽ. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫൈറ്റോ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ദ ലീച്ചബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ അബ്സോർബ്ഡ് ആൻഡ് bound on the plant structure so that they form a stable mass of plant which will check re-entry of the contaminants into the environment. ഓക്കെ, അതായത് ആ കണ്ടാമിനൻസ് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാതെ അത്രയും മാസ് ഓഫ് കണ്ടാമിനൻസിനെ പ്ലാന്റ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യും, അവരെ ലെസ് മൊബൈലാക്കി കീപ്പ് ചെയ്യും. ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഫൈറ്റോ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ഇസ് ഓൾസോ ആ ടൈപ്പ് ഓഫ് എന്തെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഫൈറ്റോ റെമഡിയേഷൻ. അപ്പോൾ നെക്സ്റ്റ് ഫോർത്ത് വൺ ഇസ് റൈസോ ഡീഗ്രഡേഷൻ. ഈ പറയുന്ന റൈസോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡൺ ബൈ റൂട്ടിന് എന്താ പറയുക പ്രോസസ്സ് കൊണ്ട് ചെയ്യുന്നതാണ് റൈസോ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. റൈസോ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ദ കണ്ടാമിനൻസ് ത്രൂ ദ ആക്ടിവിറ്റി ഇൻ ദ റൈസോസ്പിയർ. റൈസോസ്പിയർ ഇസ് നത്തിങ് ബട്ട് യുവർ റൂട്ട് എക്സ്റ്റെൻഡ്. ആ റൂട്ടിൽ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റൈസോ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഇനി ദിസ് ആക്ടിവിറ്റി, അതായത് മുകളിലോട്ട് ഷൂട്ടും ലീവ്സ് ഇൻവോൾവ് ചെയ്യുന്നില്ല ഈ പറയുന്ന റൈസോ ഡീഗ്രഡേഷനകത്ത്, റൂട്ട്സ് തന്നെ ആയിരിക്കും അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ആക്ടിവിറ്റി ഇസ് പെർഫോം ബൈ ദ പ്രോട്ടീൻസ് ആൻഡ് enzymes produced by the plants or by organisms like bacteria, yeast and fungus present in the soil. ആ സോയിലുള്ള തന്നെ ഒന്നെങ്കിൽ പ്രോട്ടീൻസോ എൻസൈംസോ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഓർഗാനിസം കാരണം ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈസോ ഡീഗ്രഡേഷൻ, വിച്ച് ഇസ് ആ ഡീഗ്രഡേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ റൂട്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി റൈസോന്റെ ഒന്നുകൂടെ വിച്ച് ഇസ് കോൾഡ് ആസ് റൈസോ ഫിൽട്രേഷൻ. ഇതും റൂട്ട് റൈസോസ്പിയറിൽ ചെയ്യുന്നതാണ്. അതായത് ഇതൊരു വാട്ടർ റെമഡിയേഷൻ ടെക്നിക്കാണ് വിച്ച് ഫെസിലിറ്റേറ്റ് ദ അപ്ടേക്ക് ഓഫ് കണ്ടാമിനൻസ് ബൈ പ്ലാന്റ് റൂട്ട്. ഓക്കെ, പ്ലാന്റ് റൂട്ട്സ് ഈ കണ്ടാമിനൻസിനെ അപ്ടേക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ദിസ് പ്രോസസ് യൂസ് ടു റെഡ്യൂസ് എ കണ്ടാമിനേഷൻ ഇൻ നാച്ചുറൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് എസ്റ്റുറിയൻ ഏരിയാസ്. ഓക്കെ, അതായത് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനുള്ള കണ്ടാമിനൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് റൈസോ ഫിൽട്രേഷൻ. സിൻസ് ഇറ്റ് ഇസ് ഫിൽട്രേഷൻ ഇറ്റ്സ് ത്രൂ യുവർ വാട്ടർ, അല്ല സോയിൽ നിന്നുള്ള കണ്ടാമിനൻസ് അല്ല കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്ന ഇൻ കേസ് ഓഫ് റൈസോ ഫിൽട്രേഷൻ. റൈസോ ഫിൽട്രേഷൻ കാണുന്ന കൂടുതലായിട്ട് വെറ്റ്ലാൻഡോ എസ്റ്റുറിയൻ, കാരണം വെള്ളമുള്ള സ്ഥലത്താണ് ഈ പറയുന്ന ടെക്നിക്സ് നടക്കുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ യുവർ ഫൈറ്റോ remediation. So phyto remediation includes different techniques like phyto extraction, phyto stimulation, പിന്നെ stabilization, phyto എന്താ പറയുക റൈസോ ഡീഗ്രഡേഷൻ, റൈസോ ഫിൽട്രേഷൻ, പിന്നെ നോട്ട് ലീ ദാൻ ആൻഡ് ഫൈറ്റോ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത്രയും ടെക്നിക്കാണ് പ്ലാന്റ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ബയോ റെമഡിയേഷൻ. സോ ബയോ റെമഡിയേഷൻ ഇറ്റ്സ് ഹൈലി സ്പെസിഫിക്, കാരണം സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഏതിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പെട്രോളിയം ഹൈഡ്രോ കാർബൺസ് ആണോ അതിന് വേണ്ടിയൊരു ടെക്നിക്കുണ്ട്. അപ്പോൾ ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്കാണ് എന്ന് പറയുന്നത് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. കണ്ടാമിനേഷൻ ഏതാണ്, ഏത് കണ്ടാമിനേഷനാണ്, അതിന് ഏത് മൈക്രോ ഓർഗാനിസം, എന്ത് ടൈപ്പ്, അതുകൊണ്ട് ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്കാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇറ്റ് ഇസ് കോസ്റ്റ് എഫക്റ്റീവ്, കാരണം നിങ്ങൾ ബയോ റിയാക്ടർ ഒഴിച്ച് ബാക്കിയെല്ലാം ഹൈലി കോസ്റ്റ് എഫക്റ്റീവ്. ബയോ റിയാക്ടറും അത്ര കോസ്റ്റ് ഒന്നുമില്ല, കാരണം ബാക്കിയെല്ലാം ന്യൂട്രിയൻസ് വെച്ചിട്ടും മൈക്രോ ഓർഗാനിസം ഇൻഡിജിനസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ സ്ലൈറ്റ്ലി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. മൂന്നാമത്തത് ദർ ഇസ് കംപ്ലീറ്റ് ഡീഗ്രഡേഷൻ, കാരണം നിങ്ങൾ മൈക്രോ ഓർഗാനിസിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, റൈറ്റ്. സോ അതിന് വേണ്ടിയുള്ള ടെക്നിക്കുണ്ട്. ഇപ്പോൾ ബയോ എന്താ പറയുക സ്റ്റിമുലേഷൻ ഉണ്ട്, ബയോ ഓഗ്മെന്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ടെക്നിക്കുണ്ട് അവർ എൻഹാൻസ് ചെയ്തിട്ട് മാക്സിമം കംപ്ലീറ്റ് ബയോ ഡീഗ്രഡേഷൻ ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ബയോ റെമഡിയേഷൻ. ഇനി ഫോർത്ത് വൺ, നോ ട്രാൻസ്ഫർ ഓഫ് പൊല്യൂട്ടൻസ്. അതായത് ഇപ്പോൾ ഈ പ്ലാന്റ്സ് തന്നെ ചെയ്യുന്നുണ്ട് പൊല്യൂട്ടൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താ പറയുക ഫൈറ്റോ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നുണ്ട്. ആ പൊല്യൂട്ടൻസിനെ അതിനെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യിപ്പിക്കുന്നില്ല. സോ അതും ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ് ഓഫ് ബയോ റെമഡിയേഷൻ. ആൻഡ് ഫിഫ്ത്ത് വൺ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. യു നോട്ട്
എന്താ പറയുക, നമ്മൾ കംപ്ലീറ്റ്ലി ഹ്യൂമൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ നാച്ചുറൽ പ്രോസസ്സ്. അപ്പോൾ ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ബയോറെമഡിയേഷൻ. ഇനി ഒബിയസ്ലി അഡ്വാൻറ്റേജ് കാണുമ്പോൾ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കാണും. ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. കാരണം ഈ പ്രോസസ്സ് ചെയ്ത് വരണമെങ്കിൽ തന്നെ അത്രയും സമയം എടുക്കും. സോ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂട്രിയൻസ് പോലത്തുള്ള സാധനങ്ങളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, റൈറ്റ്. സോ ഓൾറെഡി ഇതൊരു വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെയുള്ള നേറ്റീവ് മൈക്രോ ഓർഗാനിസം അവർക്ക് കണ്ടീഷൻസ് ഫേവർ ആകുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബയോറെമഡിയേഷൻ, റൈറ്റ്. അത് എപ്പോഴും അവർക്കുള്ള pH, ടെമ്പറേച്ചർ, വാട്ടർ, ന്യൂട്രിയൻസ് എല്ലാം കിട്ടണമെന്നില്ല. അപ്പോൾ അത് ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്താണ് മാക്സിമം അവർ മൈക്രോ ഓർഗാനിസംസ് ഈ പറയുന്ന കണ്ടാമിനൻസിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി എ സ്ലോ പ്രോസസ്. ആൻഡ് സെക്കൻഡ് വൺ, ആൻഡ് ഇറ്റ് നീഡ്സ് പ്രോപ്പർ ഡിസൈൻ ആൻഡ് സെറ്റപ്പ് ഫോർ എഫക്റ്റീവ്നെസ്. അതാ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ഡിസൈൻ സെറ്റപ്പ് വേണം. ഇപ്പോൾ ബയോ റിയാക്ടർ അതിനൊരു എക്സാമ്പിളാണ്. കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തഡാണ് ബയോ റിയാക്ടർ. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ, അതുപോലെ സ്ട്രക്ചർ എല്ലാം ഉണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ, എംപിരിക്കൽ ഒപ്റ്റിമൈസേഷൻ ഇസ് നീഡഡ്. യെസ്, കാരണം ബാക്ടീരിയയ്ക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ ഒപ്റ്റിമൈസേഷൻ, pH ഒപ്റ്റിമൈസേഷൻ, ന്യൂട്രിയൻ ഒപ്റ്റിമൈസേഷൻ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ കേസ് ഓഫ് ദിസ് ടെക്നിക്. അതുകൊണ്ട് ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്. അത് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നതെന്നില്ല. സിൻസ് ഇറ്റ് ഇസ് നോട്ട് എഞ്ചിനീയർ ചെയ്യുന്നതിന് മാത്രം നിങ്ങൾക്ക് അത് എംഫസൈസ് ചെയ്യാനായിട്ട് പറ്റൂ. ദ നെക്സ്റ്റ് വൺ ഇസ് ടോക്സിക് സബ്സ്റ്റൻസസ് മേ റിഡ്യൂസ് മൈക്രോബിയൽ ആക്ടിവിറ്റി. യെസ്, ഇനി ഇതെല്ലാം മൈക്രോ ഓർഗാനിസം ചെയ്യുന്നതുകൊണ്ട് അത്രയും ടോക്സിക് സബ്സ്റ്റൻസ് വന്ന് മൈക്രോബിയൽ ആക്ടിവിറ്റി കുറയ്ക്കും. ദാറ്റ് ഇസ് ഓൾസോ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് എന്ത് ബയോറെമഡിയേഷൻ. കാരണം ബയോറെമഡി സ്ട്രിക്ട്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ മൈക്രോ ഓർഗാനിസംസ് മോസ്റ്റ്ലി. ഓക്കെ, നെക്സ്റ്റ് വൺ, നോൺ ബയോഡിഗ്രേഡബിൾ കോമ്പോണൻസ്. That is, they will be resistant. Substance like PCB, polychlorinated biphenyls ഒക്കെ എന്നുണ്ടെങ്കിൽ അതൊന്നും അവർ എന്താ പറയുക, ഒരിക്കലും അവർ ഡീഗ്രേഡ് പോലും ചെയ്യത്തില്ല. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസിനെ കൊണ്ട് ഇങ്ങനത്തെ സബ്സ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള എന്താ പറയുക കേപ്പബിലിറ്റിക്ക് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇൻ സോയിൽ. സോ അതും വൺ ഓഫ് ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് എന്താണ് ബയോ റെമഡിയേഷൻ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് എ സിമ്പിൾ ടോപ്പിക് വിച്ച് ഇസ് ബയോ റെമഡിയേഷൻ. സോ ബയോ റെമഡിയേഷനകത്ത് വാട്ട് യു മീൻ ബയോ റെമഡിയേഷൻ ആൻഡ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബയോ റെമഡിയേഷൻ ആൻഡ് വാട്ട് യു മീൻ ബൈ ഫൈറ്റോ റെമഡിയേഷൻ, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈറ്റോ remediation and advantages and as well as disadvantages of bioremediations. So hope you all understood the video. Thank you.